1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ഓർമ്മിപ്പിക്കരുത് സുബിനെ ഇപ്പൊ അൺഫോളോ ചെയ്താലൊന്ന് കൊറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എഞ്ചിനീയർ ആവണമെന്നായിരുന്നു. എഞ്ചിനീയർ നമ്മക്ക് വലിയൊരു ഇഷ്ടമില്ല. UAE നാട്ടില് തലശ്ശേരി നമ്മൾ എത്ര ഇഷ്ടമല്ലാന്ന് തോന്നിട്ടോ. ആണോ? എത്ര കേസ് ഉണ്ട് ചോദിക്കേ. റീസെന്റ് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല. എന്താ? ഞാൻ അറിഞ്ഞിട്ടില്ല. കനകത്തി നിറമുള്ള കാതിലണിയാൻ കാതിലോല പൊന്നോല. വെൽക്കം ബാക്ക് ടു സർവര ഗൈസ്. ഇന്നത്തെ നമ്മുടെ അതിഥികളായ എൻ്റെ നാട്ടുകാരായ മാപ്പിളപ്പാട്ടിൽ കേമന്മാരായ അവരുടെ ഫാമിലിയെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ തീരുല്ല. എല്ലാവർക്കും ഓൾറെഡി അറിയായിരിക്കും. നമ്മുടെ സ്വന്തം സജ്ല ആൻഡ് സജ്ലി. ഈ കണ്ണൂർ തലശ്ശേരിക്കാരെല്ലാം വരുമ്പോ എൻ്റെ ഒരു എനർജി ഭയങ്കര തന്നെയാണ്. എല്ലാ ഭാഷയും കൂടി വരണം. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ ഒരു വല്ലാത്ത ഭാഷയാണല്ലോ. അപ്പൊ എൻ്റെ ആ ഭാഷയും ആ ഭാഷയിലേക്ക് വരണമെങ്കിൽ ഇന്ന് സംസാരിക്കാൻ ഭയങ്കര രസമായിരിക്കും അല്ലേ? അത് ഞാൻ തന്നെ മിസ്സാകുന്നത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരോടും ഇങ്ങനെ ഒന്നും ആലോചിക്കണ്ട നമുക്ക് ഇനി സംസാരിക്കുമ്പോ. എക്സാക്ട്ലി ഇങ്ങനെ പറഞ്ഞവാ. അതിനല്ലേ സൊറവറാന്ന് പേരിട്ട്. സൊറവറാന്ന് പേരിട്ട് റീസൺ തന്നെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ മിക്ക ഇവന്റിലും ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇരുന്ന് സൊറ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച സൊറ പറച്ചിൽ നമുക്ക് ഇന്ന് ഇവിടുന്ന് ആയാലും എന്താ ഇന്ന് കഴിച്ചേ? അത് ഓർമ്മിപ്പിക്കരുത് സുബിനെ ഇപ്പൊ അൺഫോളോ ചെയ്താലൊന്ന് കൊറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയാ ഓരോ സ്റ്റോറിയിലും ഇടാ ഫുഡ്. അവളെ ഇങ്ങളെ തലശ്ശേരിന്ന് അല്ല കണ്ണൂർ ഭാഗത്തിൽ നിങ്ങൾക്ക് എത്ര നല്ല ഭക്ഷണം കിട്ടൂലേ? എന്നാലും വീട്ടിലിരിക്കുമ്പോഴായിരിക്കും സുബിന്റെ സ്റ്റോറി കാണുന്നത്. അപ്പൊ ഞാൻ പറയും ദുബായിൽ വന്ന് എനിക്കത് വാങ്ങിച്ചിരുന്നേ, അവിടെ പോണേ ഇവിടെ പോണെന്നൊക്കെ പറയും. അല്ല അത് രസമല്ലേ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു എന്തായാലും ആ ഒരു എഫക്ട് കിട്ടുന്നുണ്ട് സ്റ്റോറി ഇടുമ്പോ. നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ എന്നോട് വന്നിട്ട് ഫുഡ്. ആദ്യം നമുക്ക് സൊറ പറയാം. സൊറ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ഭക്ഷണത്തിന്റെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നിങ്ങളൊരു ദിവസം തരികയാണെങ്കിൽ എന്താ റാണിയാ അല്ലേ പ്ലാൻ ചെയ്യാലോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല ഭക്ഷണ സ്ഥലത്തേക്ക് പോകണം. അപ്പൊ നമുക്ക് കഥയിലേക്ക് തുടങ്ങാം. അപ്പൊ നിങ്ങളെ തുടക്കം എവിടെ നിന്നാണ് സത്യം പറഞ്ഞത്? ഇപ്പൊ മാപ്പിളപ്പാട്ട് നിങ്ങളുടെ വാപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തോന്നുന്നു മലബാർ റീജിയനിലെ മിക്കവർക്കും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ നിങ്ങളും പാട്ടിലേക്ക് ഫുൾ ഫാമിലി ആയിട്ട് തന്നെ ഇറങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് സ്കൂൾ സമയത്തൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ബ്ലഡിൽ അത് തന്നെ ആയിരുന്നു? ഡാഡിക്ക് നിർബന്ധമായിരുന്നു പാട്ട് മാത്രം മതി, പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല സ്കൂളില്. നമ്മൾ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വർഷം പാട്ടിന് വേണ്ടിട്ട് തന്നെ മാറ്റിയിട്ട് പോയിട്ടുണ്ട്. എക്സാമിനൊന്നും പോയിട്ടില്ലെങ്കിൽ എന്തായാലും തോക്കുമല്ലോ. ആനുവൽ എക്സാമിൽ പോയിട്ട് എന്തായാലും തോക്കുമല്ലോ. അങ്ങനെ ഞാൻ തോറ്റിട്ടുണ്ട്. കാരണം പോവാത്തോണ്ട് തന്നെ പോളാ. സത്യം 7ാം ക്ലാസ് പഠിക്കുമ്പോ ആനുവൽ എക്സാമിന്റെ ആ സമയത്ത് തന്നെ പ്രോഗ്രാം വന്നു, ഷോ വന്നു. അപ്പൊ ഡാഡിനോട് കരഞ്ഞു പറഞ്ഞു. കാരണം തോക്കുമല്ലോ. എന്റെ കൂടെ പഠിച്ചവരൊക്കെ 8ലേക്ക് പോയിട്ട് ഞാൻ വീണ്ടും 7th ഇരിക്കാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കുറവല്ല. ഞാൻ കരഞ്ഞു പറഞ്ഞു. അപ്പൊ ഡാഡി പറഞ്ഞു പാട്ട് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അത് മിസ്സായി തോറ്റ്. ഞാൻ പിന്നെ ആ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഞാൻ സ്കൂളിൽ മാറി. ഞാൻ ഇങ്ങനെ പഠിക്കാ. എന്റെ എല്ലാവരും 8ലേക്ക് പോയിട്ട് 7th വീണ്ടും ഇരിക്കാന്ന് വെച്ചാൽ കുറവല്ലേ. അങ്ങനെ ഡാഡി പാട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ എഡ്യൂക്കേഷൻ പരമായിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തുകൊണ്ടാന്ന് വിചാരിച്ചാല് നമ്മളീ കാണുന്ന പ്രേക്ഷകരുടെ പല വയസ്സുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങളെ പ്രചോദനാക്കിയിട്ട് ഇതേ പഠിക്കണ്ട, ഇതിലേക്ക് ഇറങ്ങാം. നമുക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും നല്ല കോളേജിലൊക്കെയാണ് പഠിച്ചത്. അപ്പൊ ടോണ് മാറിയുണ്ട്. അങ്ങനെ കോളേജില് പഠിച്ചത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാന്നേ ഉള്ളൂ. അതെ, അത് ഡാഡി പറഞ്ഞോണ്ടല്ലോ. അതെ, ഇപ്പൊ 2 കാര്യങ്ങളുണ്ട്. ഡാഡി പറഞ്ഞു പഠിക്കണ്ട, ഇവർക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇവര് തന്നെ തീരുമാനിച്ചു വേണ്ട.
ഡിഗ്രി എത്തിയപ്പോ നമ്മൾ ആലോചിച്ചു ഡാഡി പറഞ്ഞിടത്തേക്ക് ഡാഡി പറഞ്ഞ എത്ര ശരിയാണ്, നമ്മൾ കേട്ടേ മതിയോ. പഠിച്ചിട്ട് വേറെ പണിയൊക്കെ വന്നാലേ രാവിലെ ഓഫീസിൽ പോയി അല്ല കുറച്ചൊന്ന് ബുദ്ധി വന്നപ്പോഴാ മനസ്സിലായത് പഠിച്ചിട്ട് എവിടെ എത്തൂല. എപ്പോഴാണ് ആ ബുദ്ധി വന്നത്? ഇതാകുമ്പോ ഭയങ്കര എന്റർടൈൻമെന്റ് ആണല്ലോ, നമുക്ക് നല്ല പാടി സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ്, പൈസയും കിട്ടും. അപ്പൊ അതല്ലേ നല്ലത്, എല്ലാം കൊണ്ടും സന്തോഷം. നിങ്ങൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കോളേജ് സമയത്തെല്ലാം ഞാൻ തോന്നുന്നു നിങ്ങൾ പല പരിപാടികളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അന്നേ ജോയിന്റ് ആയിട്ടാണോ ചെയ്യാറ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടാണോ? ഇല്ല, അന്നേ ഫാമിലി, സലീം ഫാമിലി ആയിട്ടല്ലേ മൊത്തത്തില്. ഇപ്പോഴും ഞാൻ തോന്നുന്നു അതേപോലെ തന്നെയാണ് നിങ്ങൾ പലയിടത്തും. അതിന്റെ ഇടയിൽ ഒന്ന് ബ്രേക്ക് ആയി, കാരണം എല്ലാവരും റിയാലിറ്റി ഷോയിൽ പോയി, എല്ലാവർക്കും ഇൻഡിവിജ്വൽ പ്രോഗ്രാംസ് വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ചാലും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടും ചെയ്യും, ഫാമിലി ആയിട്ടും ചെയ്യും. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു സലീം ഫാമിലി എന്നുള്ള ഒരു ബാൻഡ് നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരു ടീമായിട്ട് അല്ലേ. അതിനെന്ത് പേര്? സലീം ഫാമിലി. അപ്പം നിങ്ങൾ സ്കൂൾ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞ വിട്, നിങ്ങൾ ഈ പഠിത്തവും കാര്യങ്ങള് ഒരു സൈഡിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏകദേശം വിട്ട മട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ എന്റെ ഭാഷയാണെങ്കിൽ ഫുൾ പ്രോപ്പർ മതി. നിങ്ങൾ കുറച്ച് കണ്ണൂർ ഭാഷ സംസാരിച്ച് എന്നാൽ എന്റെയും കുറച്ച് ഇതിലൊക്കെ പോകുമ്പോ കണ്ണൂർ ഭാഷ കുറച്ച് വിട്ടുപോയ നിങ്ങൾ എനിക്ക് ഭയങ്കര ആഗ്രഹം കണ്ണൂർ ഭാഷ സംസാരിക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിക്കൊണ്ട് എന്നാലേ രസമുള്ളൂ. അപ്പോ ആ സമയത്ത് സ്കൂൾ സമയത്ത് പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പഠിത്തത്തിന്റെ നിങ്ങൾ വിട്ട് ഒരു മൂലക്ക് നീ പാട്ട് നിങ്ങളൊരു സൈഡിലും പോകുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ambitious ആയിട്ട് വേറെ എന്തെങ്കിലും ആ സമയത്ത് നിങ്ങൾ ചിന്തിച്ചിരുന്ന? എനിക്ക് എഞ്ചിനീയർ ആവണം. എഞ്ചിനീയർ ഏത്? എഞ്ചിനീയർ അല്ല സംഗതി ആ സമയത്ത് ഇപ്പൊ എന്നോട് ചോദിച്ചാലാണെങ്കിൽ എനിക്ക് എഞ്ചിനീയർ ആണ്, ഡോക്ടർ അങ്ങനെയല്ലേ എല്ലാവരും പറയും. അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞതോളൂ എഞ്ചിനീയർ എന്താണെന്നല്ല അറിയില്ല. അങ്ങനെയല്ല, എഞ്ചിനീയർ എനിക്ക് പോകാൻ പറ്റാത്തോണ്ട് പിന്നെ ഞാൻ കൂടുതൽ അതിൽ നോക്കി. നിങ്ങൾ എഞ്ചിനീയർ എന്താ ഉദ്ദേശിച്ചത്? സിവിൽ ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്. റാണി ആവാനാണ് അത് നല്ല ചോയ്സ് ആണ്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അല്ല നമുക്ക് ഇതില്ല, നമുക്ക് അതിൻ്റെ അകത്ത് റാണികളില്ല. അപ്പോ ഒരു ഓപ്ഷൻ നിങ്ങൾ ആയേനെ പഠിച്ചിരുന്നെങ്കിൽ. അപ്പം നിങ്ങൾക്ക് മെക്കാനിക്കൽ ശരി, ഇങ്ങക്കോ? അങ്ങനെ വലിയ ഇതൊന്നും ഒരു ആഗ്രഹമില്ല. ഒരു പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറോ അങ്ങനൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ടാ? പഠിപ്പിക്കുന്നില്ല, പക്ഷെ അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. കാരണം ഞാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം ഉള്ള ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ കുറച്ച് വലുതായാലും ഇങ്ങനെ ആവണം എന്നൊക്കെ അങ്ങനത്തെ ആഗ്രഹങ്ങൾ. എന്നാണ് വലിയ പഠിച്ചിട്ട് വലിയതാണെന്നുള്ള ഇവളെ പോലെ എന്താ എഞ്ചിനീയർ എന്ന് പോലെ അറിയാത്ത ഇവളെ പോലെ അങ്ങനെ പോലെ അറിയാം. ഓക്കതോ എഞ്ചിനീയർ സ്പെല്ലിംഗ് പോലും അറിയാം വേണ്ട അല്ലേ. അപ്പൊ നിങ്ങള് സ്കൂൾ സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു ആഗ്രഹമില്ല? എനിക്കുണ്ടായിരുന്നു. സോറി എഞ്ചിനീയർ ആണ്, സോറി അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാരും ഭക്ഷണത്തിൽ എങ്ങനെയാണ്? നമുക്ക് എല്ലാം ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് തന്നാലും തന്നു. അങ്ങനെ എന്ത് എവിടെ പോയാലും എന്ത് ഫുഡാണെങ്കിലും നമ്മൾ ഓക്കെയാണ്. നമ്മളിങ്ങനെ എല്ലാ സമയം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മള് നൈറ്റ് ഒക്കെ അല്ലേ ട്രാവൽ ചെയ്യാ, അപ്പോ രാത്രി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. എവിടെയെങ്കിലും നിർത്തിയിട്ടൊക്കെ പക്ഷെ നിങ്ങൾ ഞാൻ തോന്നുന്നു ഏറ്റവും കൂടുതൽ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. മിഡിൽ ഈസ്റ്റ് തന്നെ നിങ്ങൾ ഒട്ടുമിക്ക ഞാൻ ഒരു വർഷം തന്നെ 10-20 ട്രാവൽ അതന്നെ ഉണ്ട് ഇല്ലേ? അപ്പം ഞാൻ UAE, മറ്റുള്ള ബഹ്റൈൻ, കുവൈത്ത്, സൗദി, ഞാൻ സൗദി ഇപ്പം അടുത്ത് നിങ്ങൾ പോയിരുന്നു, എന്നിട്ട് കമോൺ കേരളയിൽ വന്ന് പങ്കെടുത്തിരുന്നു അതിനുശേഷം. അപ്പം എല്ലാവിടെയും എനിക്ക് തോന്നുന്നു നിങ്ങളെ കാണുന്നുണ്ട്. സലീം ഫാമിലി എന്ന ഏതെങ്കിലും ഒരു പ്രതിനിധിയായിട്ട് എല്ലാവരും എല്ലാ മിഡിൽ ഈസ്റ്റ് മാപ്പിളപ്പാട്ട് പരിപാടികൾക്കും എത്തുന്നുണ്ട്. അപ്പം ആ പരിപാടിയിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഈയിടെ നിങ്ങൾ അടുത്ത് തന്നെ ഒരു 2 വർഷം മുന്നേ എന്തോ നിങ്ങൾ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ് ഒരു സ്റ്റേജിൽ നിന്ന് ഒരു ഇത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ പലയിടങ്ങളിലും അങ്ങനെ ഫേസ് ചെയ്യാറുണ്ടോ? ഞാനൊന്നും അനങ്ങൂല, ഇവള് നന്നായിട്ട് അനങ്ങും. അതാണ് സ്റ്റേജിലെ കണ്ടത്. അത്രക്കും ഇതാകുമ്പോ നമ്മള് പ്രതികരിക്കുള്ളൂ.
ചിലതൊക്കെ റീസെന്റ് എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. എന്താ ഞാൻ അറിഞ്ഞിട്ടില്ല. നീ അറിഞ്ഞിട്ടില്ലേ? ഇന്നെന്തായാലും പറഞ്ഞു, എന്തായാലും നിങ്ങൾ മൈക്കിൽ പറയുന്ന എന്തെല്ലോ ആരല്ലോ കേട്ടു, അപ്പൊ എന്തായാലും പറഞ്ഞു. അതേ ഇപ്പൊ പറഞ്ഞാല് മൈക്കൊക്കെ വെച്ചിട്ട് അത് ആ നാട്ടിലുള്ള കുറച്ച് പേരുടെ ഒരു ഇതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അപ്പൊ ആ നാടിനെ തന്നെ പറയുന്ന പോലെ ആയി പോകുമല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ അത് പ്രതികരിക്കാം. നാട് വിട്, നിങ്ങൾക്ക് ആ ഒരു സന്ദർഭം മാത്രം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ അറിയാം. നമ്മള് ഒരു പേയ്മെന്റ് ഒക്കെ പറഞ്ഞു ഫിക്സ് ആക്കിയിട്ടാണ് ഒരു ഷോന് പോവാന്. അപ്പൊ ഷോ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടങ്ങാൻ ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന് കുറെ റീസൺ ബാക്കിലുണ്ട്. അപ്പം അത് തുടങ്ങി നമ്മൾ ആദ്യം ചോദിച്ച് തുടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു. ആദ്യം തന്നെ പേയ്മെന്റ് തരൂല, ഇനി തുടങ്ങണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മള് പറഞ്ഞു നോക്കി നമ്മള് തുടങ്ങുന്നില്ല. അങ്ങനെ അവരൊക്കെ പറഞ്ഞു തുടങ്ങാന്നൊക്കെ പറഞ്ഞു. നന്നായി അടിപൊളിയായിട്ട് എൻഡ് ചെയ്തതിന് ശേഷം പേയ്മെന്റ് തരൂല എന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ കേട്ടാലേ, കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ഓർക്കസ്ട്ര ടീം എല്ലാവരും ഉണ്ട്. അപ്പം ഞാനാണ് അവരോട് ഉത്തരം പറയേണ്ടത്. അവരെല്ലാം നന്നായിട്ട് അവതരിപ്പിച്ചൊരു പ്രോഗ്രാം. ലാസ്റ്റ് അവർ തരൂല എന്ന് പറയുമ്പോൾ പിന്നെ പ്രതികരിക്കണ്ടേ നമ്മള്? നോക്കിയിട്ട് നോക്കി എന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് സീരൊക്കെ ആയി. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. നല്ലൊരു ചോദ്യം, എത്ര കേസുണ്ട്? അത് കുറെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ട് കേസൊക്കെ കൊടുക്കും. അടി കാണുന്ന പോലെ ഒന്നല്ല, കേരളത്തിലെ എനിക്ക് കേസുകളുണ്ട്. ഒരു പെൺകുട്ടിനോട് പെരുമാറുന്ന ഒരു രീതിയില്ലേ, അത് കുറച്ച് വേർഡാവുമ്പോൾ അതിനനുസരിച്ച്. അപ്പൊ നിങ്ങൾ നേരെ തിരിച്ചാണ് എന്ന് വെച്ചാല്, നിങ്ങൾ കാണാനേ നിങ്ങൾ പ്രശ്നക്കാരത്തിയാന്ന് ചിലപ്പോ ചിന്തിച്ചു പോവും. ആരോടെങ്കിലും ചിന്തിച്ചു പോവോ? അഹങ്കാരിയാണെന്നൊക്കെ പറയും. അതല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ബാനറാണ് അഹങ്കാരികൾ. അതെല്ലാവർക്കും ഉണ്ട് അല്ലേ? നമ്മുടെ അഹങ്കാരികൾ ഞാനില്ലാന്നും പറയുന്നില്ല, ഇരിക്കട്ടെ. അഹങ്കാരികളല്ലല്ലോ, സമ്മതിക്കുന്നില്ല. ഓരോ വില അല്ലാണ്ട് പിന്നെ എന്താ കാര്യം? കുറച്ചൊരു ഡിമാൻഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒബ്വിയസ്ലി നിങ്ങളോട് അടുത്ത് വന്നാ ഞാൻ തോന്നുന്നു നിങ്ങൾ പാവാന്നും. മനസ്സിലായില്ലേ അല്ലേ? അതെങ്ങനെയാണ്? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതെല്ലാരും പറയും നമ്മളോട് അടുത്താല് പാവം ഇങ്ങനെ നിൽക്കും. അല്ല, ഇത് ക്യാമറ ഓൺ ആയതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. റാനിയാനോട് ചോദിച്ചു. അതെ അല്ല, ഇത് ശരിക്കും ഇവരിവിടെ വരാൻ കാരണം തന്നെ ഞാൻ തോന്നുന്നു ഇത് 4-5 ഫോളോ അപ്പിലാണ്. ശരിക്കും പറഞ്ഞ അഹങ്കാരമല്ലേ? അഹങ്കാരമല്ല, അഹങ്കാരമല്ല. നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന പൂർണ്ണമായിട്ടും ഫസ്റ്റ് കേക്ക്. എന്ന് വെച്ചാ പല സാങ്കേതിക കാരണങ്ങൾ വെച്ചാൽ വരാൻ പറ്റിയില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ ഷോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എത്താൻ എന്റെ വൈഫ് തന്നെയാണ് റാനിയ. ഒരു ഷെയർ എടുക്ക് റാനിയനാട്. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ശരിക്കും ഞാൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ അൽഹംദുലില്ലാ അവസാനം ഡബിൾ ധമാക്ക. നിങ്ങൾ ഒറ്റക്കായിരുന്നു വേണ്ടത്, പക്ഷെ ഇപ്പൊ ഡബിൾ ധമാക്കയായിട്ട് എത്തി. അടുത്തേൽ നമുക്ക് ട്രിപ്പിൾ ധമാക്ക, ഒരു 4 ധമാക്കൊക്കെ ആക്കി മാറ്റാം. നല്ല ഇനിയും കുറെ കഥകൾ കിട്ടുമല്ലോ. ഇപ്പൊ നമ്മള് എത്തിയത് സ്റ്റേജിലേക്ക്. അപ്പൊ നിങ്ങൾ പ്രശ്നമാക്കലില്ല? മൂപ്പർ എല്ലാവരുടെയും എനിക്ക് പ്രശ്നമാക്കണമെങ്കിൽ ഞാൻ ഓളെടുത്ത് പറയും. എന്നെ അങ്ങനെ ഏതെന്ന് ഞാൻ പറഞ്ഞാല് ഓള് സ്റ്റേജിൽ പോയിട്ട് വേണ്ട ആൾക്ക് കൊടുത്തോളൂ. ഇപ്പൊ ഇത് സ്റ്റേജിലെ കാര്യം, സ്റ്റേജിന്റെ പുറത്ത് അങ്ങനെ നടക്കില്ല. ഞാൻ കാറൊക്കെ എടുത്തിട്ട് പോകുമ്പോ റോങ് ആയിട്ട് ആരെങ്കിലൊക്കെ കയറുമല്ലോ. അപ്പൊ നമ്മൾ പെൺകുട്ടികൾ എടുത്തിട്ട് പോകുമ്പോ ഉണ്ട് ഒരു ആണുങ്ങൾക്ക് ഒരു ഇളക്കം അല്ലേ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഫാസ്റ്റ് ഒക്കെ പോകുമ്പോ വിട്ടരൂല. ആണുങ്ങന്മാർക്ക് ഒരു ഇതുപോലെയാണ്. അതെ, അങ്ങനെ റോങ് ആയിട്ട് അതുള്ള കാര്യമാണ്. അതുള്ള കാര്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ ഞാൻ നോർമലി ഇങ്ങനെ എടുത്തിട്ട് പോകും. അപ്പൊ റോങ് ആയിട്ട് ഒരുത്തം കയറി. അങ്ങനെ പല ഇൻസിഡൻസ്. എന്നിട്ട് ഇങ്ങോട്ട് തെറി അയാൾ റോങ് ആയിട്ട് കയറി. ഞാൻ കറക്റ്റ് പോകുന്നതാ. എനിക്ക് ഫുൾ എന്നെ ചീത്ത. അന്നേരം നീ എന്താ ഗ്ലാസ് താത്തിട്ട് ചീത്ത പറയും. ബസ്സിനിങ്ങനെ എന്തായാലും ബസ് സ്റ്റോപ്പിൽ നിർത്തുമല്ലോ, ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തുമല്ലോ. അവിടേക്ക് ഞാൻ എന്ത് ചെയ്യും, നേരെ മുന്നിൽ പോയിട്ട് നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് ചീത്ത പറഞ്ഞ എന്റെ ഇത് വിഷമം തീർത്തിട്ട് പോലീസിന്റെ മുന്നിൽ ആക്കി കൊടുത്തിട്ട് ഞാൻ പോലുള്ളൂ. കാരണം ഞാൻ വിട്ടുകൊടുക്കൂല. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാതെ ഇദ്ദേഹത്തെ നിങ്ങൾ അടുത്ത് കണ്ടിട്ട് പ്രശ്നമാക്കാൻ നിൽക്കേണ്ട കാര്യം പോക്കാം. ഭയങ്കര ഇതാണ് ബസ്സുകാർ, ഭയങ്കര പ്രശ്നം. അതുപോലെ തന്നെ ഒരു കാറിൽ ഞാൻ പറഞ്ഞ ഇൻസിഡന്റ്, അവന്റെ കൂടെ ഒരു വൈഫും ഉണ്ട്. എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞ പാടാ. അപ്പൊ ഓൻ എന്തായാലും ഞാൻ ചീത്ത പറഞ്ഞ വിട്ടരൂലല്ലോ. കല്യാണം കഴിഞ്ഞ ഓളം മുന്നിൽ ഭയങ്കര ഷെയിമല്ലേ. പിന്നെ വിട്ടിരുന്നില്ല, ഭയങ്കര അടിക്കാനൊക്കെ വരുന്നില്ല. അങ്ങനത്തെ കുറെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കലില്ല.
പിന്നെ ചില സമയത്ത് സമയം ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊന്നും പോകാൻ ടൈം ഉണ്ടാവില്ലല്ലോ. വെരി ബിസി. അത്രയും കേസുകളുണ്ട്, അത്രയും കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു കേസും കൂടെ സോറി എന്റെ വക്കീലേ വരുമ്പോഴല്ല. അങ്ങനത്തെ ഒരു രസം കേട്ടാ. നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഒരു പ്രാവശ്യം പോണം കേട്ടോ, ഒരു ഡ്രൈവ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ തോന്നുന്നു നിങ്ങളുടെ സ്റ്റോറീസിലായാലും കടൽപ്പാലത്ത് നിങ്ങൾ പോയി ഇരിക്കുന്നത്, അതായിട്ട് നിങ്ങൾക്ക് എന്താണ്? നമുക്ക് ആകരിക്കാനുള്ള സ്ഥലം കടൽപ്പാലല്ലേ. തലശ്ശേരി എവിടെയാ പോവാൻ ചോദിക്കുന്നതിനാ കടൽപ്പാലം പോവാ. എല്ലാത്തിനും കടൽപ്പാലം അംഗീകരിക്കാൻ പറ്റുന്ന സ്ഥലം. ഹേ തലശ്ശേരിക്കാരെ, വാട്ട് ഇസ് ദിസ്? വേറെ എന്താ അല്ല അതെ, അത് മനസ്സിലായി. തലശ്ശേരിക്കാരെ, വാട്ട് ഇസ് ദിസ്? നിങ്ങള് ഇങ്ങനെ നമ്മുടെ ഇവർക്കൊക്കെ ഒരു സൊല്യൂഷൻ കൊടുക്കൂ. അതെ, പോയി ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കുറച്ചുകൂടെ വരണം. എന്നാലും ഞാൻ തോന്നുന്നു കുറച്ച് വികസനങ്ങളും കാര്യങ്ങളെല്ലാം നാട്ടിലുണ്ടായിട്ടുണ്ട് അല്ലേ? ആയി വരുന്നുണ്ട് എന്ന് പറയാം. പക്ഷെ രാത്രി സ്പോട്ടൊന്നും ഇല്ലല്ലോ. 8 മണിയാകുമ്പോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലോസ് ചെയ്യുന്നേ ഉള്ളൂ. തലശ്ശേരി ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇല്ല, ആ അങ്ങനെയൊക്കെയാണ്. കുറച്ചും കൂടി ഒരു നിങ്ങൾക്ക് ഏറ്റവും ഇപ്പം ഞാനായാലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പും ക്യാമറ ഓൺ ആക്കുമ്പോഴും നമ്മൾ എനർജി ലെവൽസ് എന്തായാലും മാറും. അത് നമ്മൾ ഒളിപ്പിച്ച് വെക്കാനൊന്നുമില്ല. എന്നാൽ മാത്രമാണല്ലോ ഓഡിയൻസിനായാലും നിങ്ങളായാലും നമ്മൾ ഈ ഒരു സൊറവറയിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. സോ എല്ലാ സ്റ്റേജിലും ഒരു ദിവസം ഞാൻ തോന്നുന്നു 2-3 പരിപാടികൾ ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ എനർജി ലെവലിൽ നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആ സ്റ്റേജിൽ കയറി പാടിയതിനു ശേഷം നമ്മൾ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അതെങ്ങനെയാണ് ചോദിക്കുന്നത്? എക്സാക്ട് ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് എനർജി ലെവലിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്? എന്താണ് നിങ്ങളെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ? എങ്ങനെ ഹാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാമല്ലോ. ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യലൊന്നുമില്ല. നമുക്ക് 1-2 ഷോ ഉണ്ടാവും. രാവിലെ ഉണ്ടാവും, രാത്രി ഉണ്ടാവും. രാവിലത്തെ ഷോ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചത്തിട്ടുണ്ടാവും, തീരെ കഴിയില്ല. പിന്നെ അവിടുന്ന് കുറേ കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നെക്സ്റ്റ് ഷോന് പോകാൻ. അപ്പോഴേക്കും ചത്തൊരു ഇതായിട്ടുണ്ടാവും. നെക്സ്റ്റ് ഷോ എങ്ങനെയാണ് ആ ഒരു എനർജി ലെവൽ ഫുള്ള് പോയിട്ടുണ്ടാവും. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മൾ സ്റ്റേജിൽ കയറി അല്ലെ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എനർജി ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ ഓഡിയൻസും കൂടി നമ്മളുടെ ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആണ്. പിന്നെ ഒന്നും പറയണ്ട. അല്ല, ഓഡിയൻസിന് ആ ലെവലിൽ വരുത്തിക്കുന്നത് നിങ്ങളെ കഴിവാണ്. ശരിക്കും ഓഡിയൻസിന്റെ കഴിവ് മാത്രമല്ല, നിങ്ങൾ കൊടുക്കുന്ന എനർജിയാണ് അവരെ ഒന്ന് അല്ലേ? അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുന്നത്? പാട്ട് എത്രയോ വർഷങ്ങളായി നമ്മൾ ഈ ഫീൽഡില്. അപ്പോ എവിടെ പോയാലും ഏതൊക്കെ പാട്ട് പാടേണ്ടി വരും, അവർക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ള ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും. ജസ്റ്റ് ഓരോ ജില്ലകൾ അനുസരിച്ചൊക്കെ നിങ്ങൾ ഓരോ പ്രോഗ്രാമിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അത് മാത്രല്ല, നിങ്ങളൊരു മാപ്പിളപ്പാട്ട് മാത്രമല്ല, നിങ്ങളിപ്പോ പാടാത്ത നമ്മൾ എല്ലാ സോങ്സും പാടുന്നോണ്ട് നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. പബ്ലിക് ഷോന് പോയാലും കല്യാണത്തിന്റെ പ്രോഗ്രാമിന് പോയാലും നമുക്ക് എന്താണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയയും നമുക്കുണ്ട്. ഈ കല്യാണത്തിന്റെ ഷോനൊക്കെ ഇപ്പം ഞാൻ ഒരു ഇതായിട്ട് ചോദിക്കുകയാണ്. ബിക്കോസ് നമ്മളൊക്കെ ഒരു സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പറയൂലേ, ഈ കല്യാണത്തിന് പോയി പാട്ട് പാടുന്ന ആൾക്കാർ ആ ഒരു ഇതില്ല, കുറച്ചും കൂടിയും സ്റ്റാൻഡേർഡ് ഇത് വേണം. പക്ഷെ ഞാനെപ്പോഴും ചിന്തിക്കും, നമ്മുടെ കല്യാണത്തിന്റെ ഓളവും കാര്യങ്ങളൊക്കെ കൂട്ടിത്തരുന്നതും സൃഷ്ടിക്കുന്നതും ആ ഒരു വിഭാഗമുള്ള ആൾക്കാർ തന്നെയാണ്. അവർ തരുന്ന എനർജി. അപ്പൊ അതൊക്കെ നിങ്ങൾ ശരിക്കും ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ഫാമിലിയിലായാലും അങ്ങനത്തുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ മുന്നേ ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ? കല്യാണ പ്രോഗ്രാമിന് പോകുന്ന ആൾക്കാർക്ക് ഒരു വാല്യൂ ഇല്ലാത്ത പോലൊക്കെ മുന്നേ നമുക്ക് ഫീൽ ചെയ്തു. നമ്മൾ പോയാൽ നമ്മളങ്ങനെ വലിയ മൈൻഡ് ഒന്നും ചെയ്യില്ല. നമ്മളൊരു പണിക്കാരെപ്പോലെ അവിടെ പോയി പാടും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം കുറച്ചുകൂടെ മാറ്റമുണ്ട്. മാത്രമല്ല, കുറച്ച് ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാം പോലെ ഇരിക്കും. നമ്മൾ അങ്ങനെയാ നമ്മളിപ്പോ ചെയ്യുന്നുള്ളൂ. ഒരു പ്രൈവറ്റ് ഗിഗൊക്കെ സെലക്റ്റീവായിട്ടേ എടുക്കുള്ളൂ. അപ്പം ഇപ്പൊ അവര് തരുന്ന റെസ്പെക്റ്റും നമുക്കൊരു വാല്യൂ തരുന്നുണ്ട്. ഒരു പണ്ടത്തെ പോലെ പാട്ടുകാര് ഒരു വിലയില്ലാത്ത പോലെയായിരുന്നു. ഇപ്പൊ അതിനെക്കാട്ടും വളരെ ബെറ്റർ ആണ്. ഇപ്പൊ നിങ്ങൾ നിരന്തരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UAE ദുബായിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ദുബായിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ? ദുബായിലത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാ? നിങ്ങൾക്ക് ദുബായ് ഇഷ്ടമല്ല? നമുക്ക് വലിയൊരു ഇഷ്ടമില്ല UAE. നമുക്കെല്ലാം എന്താ വെച്ചാല് നാട്ടിൽ നിൽക്കാൻ ഏറ്റവും കൂടുതൽ കുറച്ച് ദിവസം വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം. കൂടി ഒന്ന് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് നാട്ടിലേക്ക് പോകാൻ തോന്നും. എന്താ എവിടെ പോയാലും അങ്ങനെ തന്നെയാ തോന്നുന്നു. സാധാരണ നമ്മുടെ ഇവിടെ ഞാൻ തോന്നുന്നു ഇത് 24ാമത്തെ എപ്പിസോഡ് എങ്ങാടാണെന്ന് തോന്നുന്നു.
24 എപ്പിസോഡിൽ നമ്മുടെ ഒരു മെയിൻ ചോദ്യമാണ് ദുബൈയെ കുറിച്ച് 2 വാക്ക്. നമ്മളടുത്തുനിന്ന് പുതിയ പുതിയ കണ്ടന്റ് കിട്ടും. അപ്പോൾ അതില് വളരെ വ്യത്യസ്തമായ മറുപടികൾ തന്ന് നിറയെ പേരുണ്ടായിരുന്നു. ഞാൻ തോന്നുന്നു ഇതേ കോസ്റ്റ്യൂമിൽ ഞാൻ ഇവിടെ ഇരുന്ന് ആസിഫിന്റെ അടുത്ത് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളി വിവരിച്ച ഒരു രീതിയുണ്ട്. ഗോൾഡൻ ആസിൽ ദുബൈയിലെ കൂടെ സഞ്ചരിക്കുന്നതും അതിനുശേഷം ഞങ്ങള് ബേസിൽ ജോസഫിനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദുബൈനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. പുള്ളി പറഞ്ഞു ദുബായ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ കിട്ടിയ നമ്മുടെ അതേ ഷോയിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദുബായ് ഇഷ്ടമല്ല. അങ്ങനെയല്ല, ദുബൈക്കാർ സഹിക്കില്ല, പക്ഷെ ഞാൻ തോന്നുന്നു നാട്ടുകാർ ചിലപ്പോൾ സഹിക്കും. കുറെ നാളായി എല്ലാരും ദുബൈയെ കുറിച്ച്. ദുബൈയിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നാട്ടില് തലശ്ശേരി നമ്മൾ എത്ര ഇഷ്ടമല്ലാന്ന് തോന്നിട്ടോ. തലശ്ശേരി ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അത്ര ഒരു വാല്യൂ ഇല്ലാത്ത. അത് മുറ്റത്തെ മുല്ലൊക്കെ വേണം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഷോട്ടിൽ മലപ്പുറം ഭാഗത്ത്, കാസർഗോഡ്, ദുബായ്, തലശ്ശേരിയിൽ വളരെ കുറവാ. പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇല്ല പറയാനല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ ഖാലിദ് അൽ അമീറിയെ നമ്മൾ കേരളം മൊത്തം ഏകദേശം തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം, ഞാൻ തോന്നുന്നു ഹൈ റേഞ്ച് ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം തലശ്ശേരി പോലും വന്നിട്ടുണ്ട്, കണ്ണൂർ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ, ഞാനൊരു തലശ്ശേരിക്കാരൻ എന്നൊരു പെർസ്പെക്റ്റീവിൽ ഞാനൊരു ഖാലിദ് അൽ അമീറി എന്നൊരു വ്ളോഗറെ ഞാൻ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ തലശ്ശേരിക്കാരനെ മൈൻഡാക്കിയിട്ടില്ല കേട്ടോ. സത്യമാണ്, അതാണ്. സോ അങ്ങനെയുള്ള അംഗീകാരങ്ങൾ ഞാൻ തോന്നുന്നു പെട്ടെന്ന് നമ്മുടെ നാട്ടുകാർ ചിലപ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കും അങ്ങനെ വിചാരിക്കാം. നമ്മള് വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ അവര് അംഗീകാരം കിട്ടണമെങ്കിൽ ഇതൊന്നും പോരാ. ഞാൻ തോന്നുന്നു നമ്മള് ട്രംപിന്റെ കൂടെ എന്തെങ്കിലും ഒരു കുറച്ച് ഹൈ റേഞ്ച് പക്ഷെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ അംഗീകരിപ്പിച്ചിരിക്കും. സത്യം തലശ്ശേരിക്കാരോട്. പക്ഷെ എന്തിനായാലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന എൻ്റെ സോഷ്യൽ മീഡിയയിലായാലും ഓപ്പണിംഗിനായാലും നിങ്ങൾ വീഡിയോസ് കാണുന്നതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു തലശ്ശേരിക്കാരൻ എന്ന നിലയിൽ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഒരു 15ാമത്തെ ജില്ലയായിട്ട് നമുക്ക് തലശ്ശേരിയെ കാണാൻ പറ്റുന്ന ഒരു ഇതാണ്, അഹങ്കാരമാണ് പൊതുവെ തലശ്ശേരിക്കാരും കാണിക്കുന്നത്. അത് ഭക്ഷണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഭക്ഷണം നിങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ട് ഭക്ഷണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങളുടെ ബിരിയാണിയാന്ന് പറയുന്നത് എനിക്കറിയാം. ബിരിയാണി ഈസ് ഔട്ട്. ബിരിയാണി അതെന്ന് വെച്ചാല് പറയുന്നതിന് മുമ്പ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു എൻ്റെ വേലൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് പെരുപ്പിച്ചുതരാം. പെരുപ്പിച്ചുതരാന്ന് വന്നു ബാക്കി. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു കക്കറോട്ടി വെച്ചിരുന്നു. ഒരു കഫ്റ്റീരിയയിൽ നിന്ന് എൻ്റെ കസിൻ എനിക്ക് വാങ്ങിച്ചു തന്നു. ആ കക്കറോട്ടി ഏച്ചാതി കക്കറോട്ടി നമ്മൾ പുരക്കുന്നുണ്ടാക്കുന്ന അതേ കക്കറോട്ടി. ആ മറ്റേ അരിയെല്ലാം നല്ലോണം വെന്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ മസാല ആയി കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്ലിംഗമായി നല്ലൊന്ന് അപ്പൊ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ മാത്രം പറയാൻ പാടുള്ളൂ. തുടങ്ങി നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒറോട്ടി, ഉമ്മാന്റെ ഒറോട്ടിയും പിന്നെ ഉമ്മ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കറിയും, ചെമ്മീൻ കറി, മുളോട്ട. തേങ്ങ ചെമ്മീൻ ഇഷ്ടം. ഞാൻ ചെമ്മീൻ പറഞ്ഞു. നിങ്ങൾക്ക് ചെമ്മീനാണോ? ചെമ്മീൻ അധികം ഉമ്മ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ആണോ ഇഷ്ടം? ഒറോട്ടിൻ്റെ കൂടെ ആണോ? നിങ്ങൾക്ക് മുളോട്ട ആണോ? 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 ആണോ ഇഷ്ടം? കക്കറോട്ടി എനിക്ക് ഇഷ്ടാ. കക്കറോട്ടി ആർക്കും ഇഷ്ടമില്ലാത്ത? കക്കറോട്ടി എനിക്ക് എല്ലായിടത്തൊന്നും ഇഷ്ടമല്ല. കക്കറോട്ടി എനിക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഈ ഉണ്ടാക്കുന്ന കക്കറോട്ടിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ട്. പക്ഷെ തലശ്ശേരിയിലുള്ള വേറെ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നെല്ലാം കഴിച്ചപ്പോ നമുക്ക് ആ ഇത് കിട്ടിയിട്ടില്ല. പിന്നെ തരി ബിരിയാണി ഇഷ്ടം. ഇതിപ്പോ ചർച്ച തലശ്ശേരിയും മറ്റുള്ള ജില്ലകളുമല്ല, തലശ്ശേരിയും തമ്മിലുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി ഇഷ്ടം ഇല്ല, തരി ബിരിയാണി. ബീഫ് ഇട്ടതാണ് ചെമ്മീൻ ഇട്ടത്? അല്ല, എന്റെ ഓക്ക് ചെമ്മീൻ ഇട്ടത്, അനക്ക് ബീഫ് ഇട്ടത്. അനക്ക് ഇറച്ചി ഇട്ടതാണ്. ഇറച്ചി ഇട്ട തരി ബിരിയാണിയോ തിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മളെ മിത്രട്ടന്റെ ബൂട്ടു.
സേതാർപള്ളി ഗേറ്റിന്റെ അവിടെ അല്ല അവിടെ പോയിട്ടില്ല. ഇതുവരെ പോയിക്കില്ല. യാ മോനെ എല്ലാം ഒരു കാര്യം ചെയ്യ്, നിങ്ങള് അസ്ലിനോട് ടെലിസ്റ്റോറീസ് തരാൻ പറ. കൊയച്ചടി പുട്ട് മറ്റേ തബുവിന്റെ ആടെയുണ്ട്, ഷാർജയിൽ അവൈലബിൾ ആണ് കൊയച്ചടി പുട്ട്. അതെന്ന് വെച്ചാല് പുട്ട് മിക്സ് ആക്കിയിട്ടില്ല. ബിരിയാണി പുട്ട് എന്ന് പോലെ വരുമ്പോഴും മിക്സ് എന്ന് പറയും. പക്ഷെ ഇതിന്റെ കോൺസെപ്റ്റ് മിത്രേട്ടനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഗേറ്റിന്റെ അവിടെ മൂപ്പറാണ് ഈ കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ കൂന്തൽ റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, പ്രോൺസ് റോസ്റ്റ് എന്നിവ, കല്ലുമുക്കായ റോസ്റ്റ്, ഇതെല്ലാം മൂപ്പറടുത്ത് ബേസ് ഉണ്ടാവും. ഇവിടുന്ന് ഫ്രഷ് പുട്ട് ഉണ്ടാക്കുന്നുണ്ടാവും. നിങ്ങൾ പറയുമ്പോൾ നേരെ പുട്ട് എടുത്തിടും, റോസ്റ്റ് എടുത്തിടും, അടിക്കൂ, സവാള ഇട്ടരും, തരും. നാട്ടിലെത്തിയ മിത്രേട്ടന്റെ പുട്ട് നിങ്ങള് മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കണം. അത് കല്ലുമുക്കായ മമ്മൂന്റെ കല്ലുമുക്കായ, ഒരു സംശയവും വേണ്ട. കടൽപ്പാലത്തിനാടുള്ള മമ്മൂന്റെ ആ ചായ കല്ലുമുക്കായ, അതേ കല്ലുമുക്കായ നിങ്ങൾക്ക് അതും കിട്ടും ഷാർജ. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് മേടിക്കാൻ നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് വേണമെങ്കിൽ ഒരു സ്നിപ്പറ്റ് ഒക്കെ നല്ല രസമാണ്. നല്ല രസമാണ്. ഇതാ നമ്മുടെ ദുബൈയിൽ താമസിക്കുന്നത്, ഇവിടെ രാത്രി ഒരു പ്രശ്നം പിടിച്ച് ഓർക്ക് ഇതാ കൊയച്ചടി പുട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് വരെ പോയിട്ട് അടിച്ചിട്ട്. അപ്പോൾ തലശ്ശേരിക്കാർക്ക് പിന്നെ ഈ ഒരു മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലക്കാർക്കും ഈ ഒരു ഭ്രാന്ത് ഉണ്ട്, രാത്രി ഇങ്ങനെ ലോങ് ഡ്രൈവ് എല്ലാം പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. പക്ഷെ എന്നിരുന്നാലും തലശ്ശേരിയില് നല്ല റെസ്റ്റോറൻറ്റ്സ് ഇല്ല. എന്നോട് കഴിക്കുന്നേ, നിങ്ങളെല്ലാടെ കഴിക്കുന്നത്, ഞാൻ ദുബൈയിലല്ലേ, ഞാൻ ഇവിടെ അല്ലേ ഉള്ളേ. അത് മാത്രല്ല, എന്താ അറിയോ, ഒരു റെസ്റ്റോറന്റ് അവിടെ തുടങ്ങിയാൽ തന്നെ ഇല്ലേ ഭയങ്കര ഹൈപ്പിലായിരിക്കും തുടങ്ങാൻ. തിരക്കുമായിരിക്കും അവിടെ, കേറാൻ പറ്റൂല. അതിന് ഞാൻ പറയട്ടെ എന്താ പ്രശ്നം, നിങ്ങൾ പോയിട്ട് ആടെന്ന് പറയൂ ഇതിനെക്കാട്ടി നല്ല എന്റെ ഈ ഉണ്ടാക്കും പറയൂലേ. കറക്റ്റ്. നിങ്ങളാ വളരാൻ വിടാത്തത്. ഒന്ന് വളരാൻ വിടി റെസ്റ്റോറന്റ് ആണ്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അവിടെ റെസ്റ്റോറൻറ്റ്സ് സക്സസ്ഫുൾ ആവാൻ എളുപ്പമല്ലാത്ത കാര്യം, ആയ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷെ എളുപ്പമല്ലാത്തൊരു കാര്യം അവർക്ക് ഇത് തന്നെയാണ്. വീട്ടിൽ കിട്ടുന്ന ഭക്ഷണം ഒരു ഹൈ ക്വാളിറ്റി ഫുഡാണ്. തലശ്ശേരി ഫുഡ് എന്ന് പറഞ്ഞാല് തലശ്ശേരിത്തെ റെസ്റ്റോറന്റിൽ വന്ന് നിങ്ങൾക്ക് കിട്ടൂല, വീട്ടിൽ തന്നെ പോകണം. തലശ്ശേരി ബിരിയാണി തലശ്ശേരി എവിടെയാ കിട്ടുന്നത്? കിട്ടൂല, എവിടെയും കിട്ടൂല. അത് ഓരോ പുരക്കും ഓരോ സ്റ്റൈലാ അല്ലേ. തലശ്ശേരി വേറെ, കണ്ണൂര് വേറെ, വേറെ വേറെയാ. കണ്ണൂര് ചർച്ച അല്ല, ഞാൻ പറഞ്ഞതാ ഇത് കാണുമ്പോ തന്നെ കമന്റ് ബോക്സിൽ വരാൻ ആൾക്കാർ ഞാൻ പറഞ്ഞുതരാം. അതെന്താ കണ്ണൂര്, കണ്ണൂരല്ലേ ജില്ല, ഈ ചർച്ച വരുന്നില്ല. ഈ ചോദ്യം എപ്പോഴും പൊള്ളലേറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, തലശ്ശേരി തന്നെയാ. തലശ്ശേരി പെപ്പർ പോലും 5 സ്റ്റാറും 7 സ്റ്റാറും ഹോട്ടൽസിൽ യൂസ് ചെയ്യുന്ന ഒരു പെപ്പറാണ്. ആരോ വന്നിട്ട് ഇറക്കിയല്ലേനോ? ആരോ വന്നിട്ടാ അല്ല, അത് നമ്മളെ പ്രസിഡന്റിന്റെ രാജ്ഭവനിലൊക്കെ മെനു ഇട്ടപ്പോ ഒക്കെ അതിൻ്റെ അത് തലശ്ശേരി പെപ്പർ, എല്ലാ ഇൻഗ്രീഡിയൻസും മെൻഷൻ ചെയ്യണല്ലോ. സോ തലശ്ശേരി പെപ്പർ അതിൽ യൂസ് ചെയ്ത് തലശ്ശേരി പെപ്പറാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ അംഗീകാരങ്ങൾ തലശ്ശേരി എന്നൊരു നാട്ടിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വേറെന്ത് അംഗീകാരം ഉള്ളത് തലശ്ശേരിക്കാർക്ക്? മൊഞ്ചത്തിമാരുണ്ട്. അന്ന് മെല്ലെ പറഞ്ഞു. മൊഞ്ചന്മാരും മൊഞ്ചത്തികളൊക്കെ കുഴപ്പമില്ല, ഇതൊന്നും സമ്മതിക്കുന്നില്ല. തലശ്ശേരിക്കാരുണ്ടെന്ന് തോന്നുന്നു. നമ്മള് പറയാ മൊഞ്ചത്തിമാരില്ലേ? എന്റെ മൊഞ്ചത്തി തലശ്ശേരി നല്ല സ്റ്റൈലാണ് അല്ലേ, എസ്പെഷ്യലി ഡ്രസ്സിംഗ് അല്ലേ? നിങ്ങൾ പൊട്ടിക്ക് തുടങ്ങുന്നുണ്ടല്ലോ പറയുന്നത്. അല്ല അല്ല, ചെറിയ രീതിയിൽ അല്ല. ഡ്രസ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് തലശ്ശേരി അല്ല പറയാ, ഫുഡ് അല്ല ഫുഡാണ്. കാസർഗോഡാണ് കുറച്ചുകൂടെ തലശ്ശേരിനെ കാട്ടിയൊക്കെ അടിപൊളി. കാസർഗോഡാണ് നല്ല മൊഞ്ചത്തിമാരും ഉണ്ട്. കാസർഗോഡ് നമ്മളെ കാട്ടി ഉണ്ട്. പറയാണ്ടിരിക്കാൻ തുടങ്ങിയാലാണ് സംസാരിക്കാണ്ട് ഓരിങ്ങനെ നിന്നായിട്ട് സത്യ സംസാരിക്കുന്ന ഒരു ഇപ്പൊ കാസർഗോഡ് വന്നിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്ന കാസർഗോഡ്, ഏറ്റവും കൂടുതൽ ചെറുപ്പം മുതലേ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരു ജില്ലക്കാരെന്ന് പറഞ്ഞാല് കാസർഗോഡാരാ. ഓ എന്തും പറയാ, നമ്മള് പിന്നെ ഒരു നോർമലി പറഞ്ഞതാ.
നല്ല ആൾക്കാരാ. അടിപൊളി. എനിക്ക് ഈ നമ്മുടെ ഈ ചർച്ച ശരിക്കും എല്ലാവരും എത്തിപ്പെടുന്നത് ഇപ്പൊ ജില്ലക്കാരിലേക്ക് എത്തി. എല്ലാ എപ്പിസോഡിലും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിരിശപ്പെട്ട ജില്ല ഏതാണ്? എനിക്ക് അല്ല, നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് രണ്ടെണ്ണം പറയേണ്ടി വരും. ഇതെന്ത് ചോദ്യമാണ്? എന്തായാലും ചോദിച്ചല്ലേ പറ. എനിക്ക് രണ്ടെണ്ണം പറയേണ്ടി വരും. ഒന്നായിട്ട് പറയാൻ പറ്റില്ല. ഒന്ന് കാസർഗോഡ്, ഒന്ന് മലപ്പുറം. മലപ്പുറം എന്തുകൊണ്ട് ആദ്യമായിട്ട് ഇതുവരെ മലപ്പുറം ആരും മെൻഷൻ ചെയ്തിട്ടില്ല. മലപ്പുറം നല്ല ആൾക്കാരാ, നല്ല ആൾക്കാരാ, ഭയങ്കര സപ്പോർട്ടീവാ. നമ്മളെ കുറച്ച് മാതുണ്ടെന്നേ ഉള്ളൂ. മാത് എല്ലായിടത്തും ഇല്ലേ? ഏറ്റവും കൂടുതൽ മാത് നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളത്. പുയിപ്പും മാതും. മലപ്പുറംകാർക്കും പുയിപ്പുണ്ട്, മാതും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ ഈ പ്രൊഫഷൻ ബേസിലൊക്കെ നോക്കുമ്പോ ഭയങ്കര നമ്മളെ പാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് കല്യാണത്തിനും നമ്മളെ പാടാൻ വിളിക്കും. അതുകൊണ്ട് നമ്മളോട് ഭയങ്കര സ്നേഹം കാണിക്കും. നമ്മൾ പോയാലൊക്കെ ഭയങ്കര തൊട്ടോട്ടി എന്നൊക്കെ ചോദിക്കും. ആണ് അങ്ങനല്ല, നമ്മള് വ്ളോഗിലെല്ലാം കാണാൻ ഭയങ്കര പൂതിയായിന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ വന്ന് പിടിക്കും. കുറെ ഉമ്മമാരൊക്കെ വന്നിട്ടുള്ള അവരെ സ്നേഹമൊക്കെ കാണുമ്പോ ഇല്ലേ ഭയങ്കര ഇതാ. അതേപോലെ കാസർഗോഡും എനിക്ക് കോഴിക്കോട്. കോഴിക്കോട് നല്ലല്ലേ? എല്ലാം നമ്മുടെ 23 വ്ളോഗിലും 23 കോഴിക്കോട് തന്നെയാണ്. ഭയങ്കരമായിട്ട് ആൾക്കാര് നല്ല ആൾക്കാരുമാണ് അല്ലേ? എക്സ്പ്രഷൻ ഇങ്ങനെ കോഴിക്കോട് നല്ല ആൾക്കാരാ. പിന്നെ എന്തൊക്കെ ആന്ന് പറ. കോഴിക്കോട് നല്ലതാ. പിന്നെ നമുക്ക് ആടിയിടം പോവാനുള്ള കുറെ സ്ഥലമുണ്ട്. എവിടെയാണല്ലേ? അല്ല, തലശ്ശേരി പോയി നമ്മള് കുടുങ്ങി പോവില്ലേ? അതിലോട്ട് പോയി ഈടെത്തു, ഇതിലോട്ട് പോയ ആടെത്തും. അങ്ങനെ ശരിയാ. പിന്നെ ജയഭാരതി എങ്ങനെ വന്നാലും നമുക്ക് കിട്ടും. പക്ഷെ കോഴിക്കോട് നമ്മള് നിറയെ കേട്ടിട്ടുണ്ട്, നിറയെ ആൾക്കാർ കോഴിക്കോട് കുറിച്ച്. ബീച്ച് സൈഡ് തന്നെ ഒരു വികാരമില്ലാതെ ബീച്ച് സൈഡ് നല്ലല്ലേ? എത്രയാ ഫുഡിന്റെ സ്ഥലം. മറ്റേ സർബത്തിന്റെ കടയിലില്ലേ? അതിപ്പോ കൊറേ ഏതോ ചേട്ടന്റെ സർബത്ത് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടല്ലോ മറ്റേ ഇതിലും ഇത് കച്ചില്ലേ? മധുരത്തിലും ഇതിലും തിന്നിനാ ഉണ്ടാ? രണ്ടും മിക്സ് ആക്കിയിട്ടില്ലേ? ഞാൻ ഈനെടുക്കാ തന്നത്. എനിക്ക് അറിയില്ല അതിനെ പറ്റിട്ട്. ആണല്ലേ? ഞാൻ ടീനെടുക്കാ. നോമ്പേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതന്നെ നിങ്ങള് വൈബ് പിടിക്കാനാ നോമ്പിന്? എന്റെ വൈബ് എന്ന് വെച്ചാല് ഇതാണ് എന്റെ വൈബ്. ഇവിടുത്തെ ഭക്ഷണം നോമ്പ് സമയത്ത് എന്ന് വെച്ചാല് ഇറ്റ്സ് ഔട്ട് ഓഫ് ദ വേൾഡ്. നമ്മുടെ സുഹൂർ സീരീസ് ശ്രദ്ധിച്ചില്ല? നമ്മുടെ സുഹൂർ സീരീസ് നിങ്ങൾ കണ്ടല്ലേ? ഞാനേ നോമ്പ് നിങ്ങളെ മ്യൂട്ട് ചെയ്തേക്ക്. നമ്മള് നോമ്പിൽ അങ്ങനത്തെ കച്ചും ചെത്തും അവിൽക്കും എല്ലാം കൂടി ഒരു കലക്കസമാവാത്തി തന്നെ ഇവിടെ നോമ്പ്. കണ്ടില്ലേ കലക്കസമാവാത്തി? മറ്റുള്ള വൈബിനെ നമ്മൾ അംഗീകരിക്കുന്നില്ലേ? മറ്റുള്ള വൈബ് നമ്മൾ അംഗീകരിക്കും. നിങ്ങൾ അംഗീകരിക്കുന്നു? ഇല്ല ഇല്ല ഇല്ല. അപ്പം കൽക്കസമാത്തിയല്ലായി ഭയങ്കര തമാശയാകുന്നുണ്ട്. ഇത്ര തമാശയൊന്നും വേണ്ട, കുറച്ച് സീരിയസ് ആണ്. നമ്മൾ എന്തെങ്കിലും പ്രചോദനം നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കണം. ഇത് വെറും നമ്മൾ തമാശയും കളിയാണ്. സീരിയസ് ആയ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളെപ്പോഴും കളിച്ചും ചിരിച്ചും നടക്കണം എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ഇതിലൂടെ നമ്മള് വേറെ പ്രചോദനം കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല.
പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച കുറേ ചോദ്യങ്ങൾ ഒരു സീരിയസ് ചോദ്യങ്ങളാണ്. സീരിയസ് ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഓരോ സ്റ്റേജ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഓരോന്ന് പ്ലാൻ ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ ഫാമിലി ലൈഫിൽ എങ്ങനെയാണ് നിങ്ങളിത് ആഡ് ഓൺ ചെയ്ത് കൊണ്ടുപോകുന്നത്? നമ്മള് ജനിച്ച് വളർന്നത് ഇതിൽ തന്നെയാ അല്ലേ? ബാക്കി നീ വേറെ ഒന്നും കിട്ടുന്നില്ല. ഞാൻ തുടങ്ങി ടൈറ്റിൽ ഇട്ടു, ഡിസ്ക്രിപ്ഷൻ നീ കൊടുത്തോളൂ. ഫുൾ ബ്ലാങ്ക് എന്താ പറയണ്ടേ, അപ്പത്തേക്ക് ഇവർ തുടങ്ങി പോയി. അൽഹംദുലില്ലാ ഓള് പറഞ്ഞോളല്ലോ നോക്കുമ്പോ. ഏറ്റവും നല്ല ഇത് ഞാൻ എന്റെ ഓളോട് പറയൂ, മോളെ ഞാൻ ടൈറ്റിൽ ഇട്ടു, ഇനി ഡിസ്ക്രിപ്ഷൻ നീ ഒന്ന് ആഡ് ചെയ്യും. ഇത് അതേപോലെ തന്നെ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു. ഇതൊരു വലിയ രസം തന്നെയാണ്. പക്ഷെ നിങ്ങൾ വർക്കും അതേപോലെ ഈ ലൈഫും ഫാമിലി ലൈഫ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്നുള്ളവരാണ് എൻ്റെ ഒരു ചോദ്യം. അതിലാണ് നിങ്ങൾ ടൈറ്റിൽ ഓൾറെഡി ഇട്ടു, എൻ്റെ ലൈഫ് നമ്മുടെ ലൈഫ്. എന്താ വെച്ചാല് ഉമ്മ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ബാലൻസ് ചെയ്ത് പോന്നെ. കാരണം മക്കളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പം അവരൊക്കെ നമ്മളിപ്പോ ഒരു ഷോന് ചിലപ്പോ കണ്ടിന്യൂസ് 2-3 ദിവസമൊക്കെ ഷോ ഉണ്ടാവും ഇതുപോലെ. താങ്ക് യു, ഞാൻ സ്വീകരിച്ചില്ല. ഇല്ല കുഴപ്പമില്ല. അതെങ്ങനെ ഊരിപ്പോയെ? ചിലപ്പോ പടച്ചോൻ പറഞ്ഞിരിക്കും എനിക്ക്. അപ്പൊ എന്തിനു പറഞ്ഞു? അപ്പൊ ഉമ്മയാണ് നോക്കുന്നത്. അപ്പൊ ഈ 1 വീക്കും 2 വീക്സ് ഒക്കെ നമ്മൾ ഇവിടെയൊക്കെ ഷോ ഇതൊക്കെ വരുമ്പോൾ മക്കളെ സ്കൂള് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉമ്മ ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബാലൻസ്ഡ് ആയിട്ട് പോകുന്നത്. കാരണം ഉമ്മ എല്ലാം നോക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറെ വർഷമായിട്ട് എന്റെ മോള് രാവിലെ സ്കൂളിൽ പോകുന്നതന്നെ ഞാൻ എണീക്കലില്ല. കൊറേ വർഷമൊന്നല്ല, LKG മോളിപ്പോ ക്ലാസ്സിലാ ചോദിച്ചോക്ക്. എത്രാം ക്ലാസ്സിലാ? 8ാം ക്ലാസ്സിൽ. അപ്പൊ 8 കൊല്ലായിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. അതിനൊരു ബ്ലെസ്സിങ് അല്ലേ, അതുകൊണ്ടാണ് ബാലൻസ് ആയിട്ട്. അതെനിക്ക് ശീലമായി പോയി. പിന്നെ ഇടയ്ക്കെല്ലാം ഉമ്മ ഇങ്ങനെ ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയത്ത് കൊൽമാല എപ്പെങ്കിലും ഇടിച്ചിട്ട് അയച്ചുതരേതല്ലോ. വീട്ടിലുണ്ടെങ്കിലും എണീക്കൂല. ഞാൻ എന്താ അറിയോ, ഈ ഒരു ഇസ്തിരി ഇട്ടെന്നേക്ക് പിന്നെ രാവിലെ എണീക്കാനുള്ളൂ. ഇസ്തിരി ഇടൽ മാത്രമേ എന്റെ പണിയുള്ളൂ. രാത്രി ഞാൻ രാവിലെ എണീക്കുവേ. ഇവള് നോക്കൂട്ടാ, നല്ല ഉമ്മയാ. നല്ല ഉമ്മ. ഇവളുള്ളോണ്ട് ഓക്കും ഉമ്മാനെ പോലെ തന്നെയാണല്ലോ എന്റെ മോക്കും. ഒരു ഉമ്മ നോക്കിയാ മതിയല്ലോ. അവിടെ ഞാൻ ഉറങ്ങും. എല്ലാരും ഒരേ പണി എടുക്കേണ്ട ആവശ്യമില്ല വേണ്ട അല്ലേ? ഞാൻ രാത്രി ഇസ്തിരി ഇട്ട് കൊടുക്കും, രണ്ടാളതും. എന്റെ മോളതും എന്റെ മോളതും മതിയില്ലേ? ഉമ്മ ഫുഡ് ഉണ്ടാക്കൂ. അതെന്താക്കണ്ടേ? ഉമ്മ ഫുഡ് ഉണ്ടാക്കൂ. നീ എന്താക്കല്? ലഞ്ച് ബോക്സ് ഇട്ട് കൊടുക്കലാ? എന്താക്കല്? നീ ഞാനൊന്നും പറയുന്നില്ല. നീ എന്താ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും. എനിക്കൊന്നും പറയാനില്ല. ഇവളില്ല എപ്പെങ്കിലും എല്ലാ വീട്ടിൽ വരാം. എന്റെ രാത്രി ഏതെങ്കിലും 1-2 ദിവസം ഇവള് ഇസ്തിരി ഇട്ട് വെക്കും. അതിനാ പറയുന്നേ. ആ 2 പ്രാവശ്യം ഇസ്തിരി ഇട്ട് വെച്ചാണ് ഈ 8 കൊല്ലത്തെ കഥ. ഓക്കെ, അല്ലാത്ത ഇവള് ഇസ്തിരി അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ അയക്കണം. അല്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞപ്പോ എന്ത് ഇപ്പൊ പറഞ്ഞല്ലോ? പറഞ്ഞില്ല, പലതും പറയാൻ പറ്റില്ല. എല്ലാ ദിവസവും ഞാനാ നോക്കല്. ഞാൻ മുടിയൊന്ന് മാറ്റി കൊടുത്തേ, ഒന്ന് കണ്ടോട്ടെ. ഇപ്പൊ വീട്ടില് ഉമ്മാനെ വിളിച്ചറിയാൻ പറ്റും സത്യാവസ്ഥ. ഇവളും അധികം വീട്ടിലൊന്നും ഉണ്ടാവില്ല. സമയത്ത് ഒരു ചോദ്യം ചോദിക്കാൻ, ഏറ്റവും കൂടുതൽ വീട്ടിലാരാ പണിയെടുക്കുന്നതെന്ന് ചോദിക്കാൻ. കഷ്ടപ്പാട് പറയാ വിളിക്കണ്ട. പണി നമ്മള് പണ്ടേ എടുക്കലില്ല. പിന്നെ ഈ ഇങ്ങനെ കുൽമാലൊക്കെ എന്താ പറയാ, ഈ ഒന്ന് വന്നിട്ട് പാട്ട് പാടി നോക്ക്, ട്രാവൽ ചെയ്ത് നോക്ക്. എത്ര ക്ഷീണോ ഒരു പരിപാടിക്ക് വന്നിട്ട് പോയിട്ട് പാടുന്ന എനർജി, യാത്ര ചെയ്യുന്ന അതിന് എത്ര കഷ്ടപ്പാട് ചെയ്യാൻ നമ്മള് പൈസ ഉണ്ടാക്കുന്നില്ലേ? ഈ ഒന്നും നടന്നു അല്ല. എപ്പെങ്കിലും വീട്ടിലുണ്ടാകുമ്പോ ഒന്ന് സഹായിച്ചൂടെന്ന് പറയും. നമ്മള് പാട്ട് പാടിക്കോ, നമ്മള് വീട്ടിലെ പണിയെടുക്കാം. ശരിക്കും ആലോചിച്ച് നോക്കിയാ ഒരു ദിവസം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യൂ. പൈസ കിട്ടുന്നത് പൈസ നമുക്ക് തന്നെ. പക്ഷെ നമ്മള് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്. സത്യം നമുക്ക് മാത്രല്ലല്ലോ പൈസ, നമ്മളെ ഫാമിലിക്കും കൂടിയല്ലേ. കയ്യടിക്ക. നമ്മള് മെനക്കെട്ട് കാർ ഓടിച്ചു പോകുന്നു, നമ്മള് മെനക്കെട്ട് പാട്ട് പാടുന്നു. ആർക്ക് വേണ്ടിട്ടാ?
ആർക്ക് വേണ്ടിട്ടാ? അല്ല ആലോചിക്ക്, രാവിലെ ഒരു 5-6 മണിക്കൂർ ട്രാവൽ, ഓക്കെ, അവിടുന്ന് ഒരു 3 മണിക്കൂർ പാട്ട് സ്റ്റേജിൽ. അത് മാത്രമല്ല നമ്മൾ ഏറ്റവും ലേറ്റ് ആയിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അവിടെ വരെ നമ്മള് ടെൻഷൻ അടിച്ചിട്ടാ ഡ്രൈവ് എന്താ ടെൻഷൻ? എന്താ തിന്നണ്ടേതാ? ലേറ്റ് ആവൂലേ ചില ബ്ലോക്കിലെല്ലാം. പരിപാടിക്കാര് വിളിച്ചോണ്ടേയിരിക്കുന്നുണ്ടോ എവിടെ എത്തി എവിടെ എത്തി. നിങ്ങൾ ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്തത്? ഡയറക്റ്റ് അങ്ങനെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ് ഈ പ്രൊഫഷനിലെല്ലാം. അപ്പൊ ഡയറക്റ്റ് വിളിക്കും. പിന്നെ തിരിച്ചൊരു 6 മണിക്കൂർ ആലോചിച്ച് നോക്കിയ മെന്റൽ സ്ട്രെസ്സും യാത്രാക്ഷീണവും പിന്നെ സ്റ്റേജിൽ പോയിട്ട് അവരെല്ലാം ഓഡിയൻസിനെ കയ്യിലെടുക്കേണ്ട ഒരു ഇതും എല്ലാം കൂടി ഭയങ്കര കഷ്ടപ്പാടല്ലേ? ആണ് ആണ് പിന്നല്ലാണ്ട് ഇഷ്ടപ്പാട് തന്നെയാ. ആണോ? രസമല്ലേ ഇതെല്ലാം? പാടുമ്പോ രസമാണ്, പക്ഷെ ട്രാവൽ ഒന്നും ചെയ്യുമ്പോൾ വലിയ രസമൊന്നുമില്ല. ഭയങ്കര സ്ട്രെസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഉറക്കില്ല. രാത്രി വീട്ടിലെത്താൻ തന്നെ 3-4 മണിയോ. നിങ്ങൾ വെറുതെ എല്ലാം ആർക്കെങ്കിലും ഒരു ചാരിറ്റബിൾ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ പരിപാടികൾ? ചാരിറ്റബിൾ നമ്മളെ തലശ്ശേരിയിൽ നിന്ന് തന്നെ നമ്മളെ തണൽ അങ്ങനെയൊക്കെ വിളിക്കും അവിടെ. അപ്പൊ നമ്മളൊക്കെ ഒരുപാട് ഫംഗ്ഷൻ നമ്മൾ പോയിട്ട് 3-4 പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ നല്ലതാ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ നല്ലതായതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. അല്ലല്ല, നിങ്ങൾക്ക് എന്നെ സംശയം ഉണ്ടാ? നിങ്ങൾ ഇടക്കിടക്ക് പറയുന്നുണ്ട് നമ്മള് ആരും നല്ലത് പറയുന്നില്ല. നമ്മളെന്നെ പറയുന്നത്. ഒരിക്കലും ഒരു സ്റ്റേജിൽ പോലും നിങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടോ? നിങ്ങൾ മാക്സിമം ഏത് പരിപാടിക്കായാലും നിങ്ങൾ തീർച്ചയായിട്ടും ആ പാട്ട് നിങ്ങൾ പാടിയിരിക്കും. ആ ചിരി നോക്കി നമ്മളിപ്പോ ഡാഡിന്റെ പാട്ട് എന്തായാലും പാടും. ഏതാ? സത്യ പാടും, ലൈല മജ്നു പാടും. അത് രണ്ടും എന്തായാലും ഉണ്ടാവും. പിന്നെ സ്റ്റാർട്ടിങ് നമുക്ക് എപ്പോഴും ഇപ്പൊ കൊറേ വർഷങ്ങളായിട്ട് നമ്മള് പാടിക്കൊണ്ടിരിക്കും. പാട്ടില്ലേ അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ഹിന്ദിയല്ലേ? കവാലി സോങ് നമ്മൾ പാടി തുടങ്ങിയാലൊരു നമുക്കൊരു സ്റ്റാർട്ടിങ് മെല്ലെ ഇങ്ങനെ ഒരു നമുക്കൊരു എന്താ പറയാ ഒരു ഫിനിഷിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. ചില പാട്ടുകളുണ്ടല്ലോ, അതിപ്പോ എല്ലാരും കുറെ ആയില്ല ഇത് പാടുന്ന പാട്ട് മാറ്റിക്കൂടെ എന്ന് പറഞ്ഞാലും നമുക്ക് പാടാൻ ഇഷ്ടമാണ്. അങ്ങനെയും പറയാറുണ്ട് ആൾക്കാര്. കുറെ കമന്റ് എന്താണെന്നറിയോ, നമ്മളോട് പറയും ഇത് കുറെ ആയില്ല, നമ്മൾ സ്റ്റോറി കാണുന്നവരുടെ റിപ്ലൈ കുറെ ആയില്ല പാട്ട് മാറ്റിക്കൂടുന്നത്. പക്ഷെ ആ സ്റ്റേജിൽ ഇപ്പൊ നമ്മളിപ്പോ വേറെ പാട്ടുകളൊക്കെ പാട്ട് പാടുവേ, പക്ഷെ നമ്മള് കുറെ വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടേ സ്റ്റോറി ഇടുള്ളൂ ആൾക്കാര്. അതാണ് അതിന്റെ ഇടയിൽ നമ്മൾ വേറെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ടാവും. പക്ഷെ എപ്പോഴും നമ്മൾ എപ്പോൾ പാടിയ പാട്ട് തന്നെ ആയിരിക്കും അധികം സ്റ്റോറി ഇടാം. മാത്രമല്ല നമ്മൾ കുറെ പാട്ടുകൾ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് സ്റ്റേജിൽ പോയിരിക്കും. പക്ഷെ ഓഡിയൻസിന് അതൊന്നും വേണ്ട, അതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് നിൽക്കും. പക്ഷെ എപ്പോഴും പാടുന്ന പാട്ടുകളുണ്ടല്ലോ, മലർക്കൊടിയെ, മധുവർണ്ണ, മറ്റേതൊക്കെ, അതൊക്കെ പാടുമ്പോൾ അവര് ഭയങ്കര നോർമലി അവർ ഭയങ്കര എനർജറ്റിക് പാടിയെന്ന് പറഞ്ഞാലും അവർക്കത് വേണം. അറിയുന്ന പാട്ടുകൾ നമ്മൾ അത് കറക്റ്റ് ആണ്. എന്ന് വെച്ചാൽ പണ്ടത്തെ ആ ഒരു മാപ്പിളപ്പാട്ട്, ആ ഒരു 10-15 അറിയുന്ന പാട്ടുകൾ എല്ലാ വീട്ടുകളിലും ആ ലിറിക്സ് അറിയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അത് അവർക്ക് കേൾക്കണം, എന്നാലേ അവർക്ക് പാടാൻ പറ്റും, ഒരുമിച്ച് ചാടാൻ പറ്റും. അല്ലെ പിന്നെ എല്ലാരും ജെൻസി ആവണം അല്ലെ? പെട്ടെന്ന് മനസ്സിലായിട്ടില്ല, സോറി. അതാണ് ജെൻസി. അപ്പോൾ ഈയിടെ ഞാൻ തോന്നുന്നു നിങ്ങളെ ഒരു ഉത്തരം മൊത്തം നിങ്ങളൊരു ഇതിലേക്ക് കുഴച്ചിട്ടിരുന്നു, ലിവ് ഇൻ റിലേഷൻഷിപ്പ്. നിങ്ങളോട് ചോദ്യം വന്നിരുന്നു. ഒരു ഇന്റർവ്യൂവിൽ എന്തെങ്കിലും പറഞ്ഞു വരില്ലേ? അതെ, എയറിലുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എയറിലിട്ടു, പക്ഷെ നിങ്ങൾ സമ്മതിച്ചു. അതെ, ഏത് എന്ത് അല്ല നിങ്ങൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അല്ല, നിങ്ങൾ തുറന്ന് സമ്മതിച്ചു. പക്ഷെ അതെന്തുകൊണ്ടാണ് നിങ്ങൾ വായിന്ന് വീണേ? അത് സത്യം പറഞ്ഞോ ഇതാണ്, അറിയാണ്ട് പറഞ്ഞോ ഇതാണ്. അത് ആ സമയത്ത് പിന്നെ വീട്ടിൽ നിന്ന് നല്ലോണം കലമ്പട്ടി ഉമ്മാന്റെ അടുത്തല്ലേ ഇത് കിട്ടിയറിയാം. പള്ളിയിലെ ഉമ്മ പള്ളിയിലൊക്കെ പോകുന്നതാ, മറ്റേ മുജാഹിദിന്റെ ഇതൊക്കെയാ. പറഞ്ഞ് ഇനി ആടെ പോയാൽ അങ്ങനെ പറയില്ലേ, നിന്നെ പിന്നെ ഇതാക്കാൻ കുറെ ആൾക്കാർ വരുന്നുണ്ട്, പിന്നെ അങ്ങനെ ആടെ പ്രശ്നം ഈടെ പ്രശ്നം. അവൻ ഇനി എന്താ പറഞ്ഞത്, നോർമലി അത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഞാൻ നോക്കിച്ച് രാവിലെ ഉറങ്ങിയിരിക്കുമ്പോ തന്നെ വരും ഉമ്മ, കമന്റ് നോക്ക് മറ്റേത് നോക്ക് എന്തെല്ലാം കമന്റ് അങ്ങനെ പറഞ്ഞേ. പിന്നെ ഫുള്ള് നെഗറ്റീവ് അടിക്കും. വെറുതെ പറഞ്ഞു പോയെന്ന് തോന്നുന്നു. പക്ഷെ നമ്മള് കമന്റ് വായിക്കലില്ല. ഞാനൊരു കോമഡി ആയിട്ട് പറഞ്ഞു. നിങ്ങളും അതേപോലെ തന്നെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് വെച്ച് പ്രശ്നമായിട്ടില്ല, വലിയ പ്രശ്നമായിട്ടില്ല. പറഞ്ഞത് രണ്ടും വേണ്ട.
പ്രശ്നം തരുന്നേ. എനിക്ക് മംഗലം വേണ്ട, എനിക്ക് ലിവിന് വേണ്ട അല്ലേ? ഇപ്പോ എല്ലാരും ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, അവരൊന്നും ആരും പറയില്ല. എന്റെ വായി നിങ്ങൾ വീണു പോയതാ പോട്ടെ അല്ലേ? ആ, ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോ എന്നെ ഭയങ്കര പോകുന്നില്ല. പോയിന്റ്. നിങ്ങൾ ജീവിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമല്ലേ? അതെ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞതിന് അതിനും മെത്തുപ്പാ ചേർന്ന. അതെ, ജീവിക്കുന്ന ആളെ ബാക്കിലേ പോകില്ല. ഞാൻ വെറുതെ തമാശക്കൊന്ന് പറഞ്ഞപ്പോ ഇപ്പൊ സീരിയസ് ആയിട്ടോ അങ്ങനെ ജീവിക്കുന്നവരിലുണ്ട്. അവരെ ബാക്കിലെ പറ്റി നിങ്ങൾ കമന്റ് ചെയ്തോ? ഞാൻ തമാശക്ക് പറഞ്ഞു. അപ്പൊ നിങ്ങളെങ്ങനെയാ പറഞ്ഞാന്ന് പറയും. ഞാൻ എന്തിനും പറഞ്ഞ ടെൻഷൻ ആക്കരുത്. കല്യാണം വേണ്ട, ഒന്നും വേണ്ട. അതായത് നമ്മള് കാര്യത്തിലേക്ക് വരുന്നതെന്ന് വെച്ചാല്, ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഫാമിലി ലൈഫ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കഥയിലേക്ക് വരുന്നത്. അതെന്ന് വെച്ചാൽ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ഉള്ള ഒരു ക്ലാസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നിങ്ങളിത് പറയുമ്പോൾ ഇപ്പോഴുള്ള പ്രേക്ഷകരായാലും അതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായാലും എന്താണ് ചിന്തിക്കുന്നത്? ഒരു ഫാമിലി, കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഫാമിലി ലൈഫ്. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം അതാ, കുറേ മക്കള് വേണം അല്ലേ? എനിക്കിഷ്ടമാണ് കുറേ മക്കള്, ഒരു ഫാമിലി ലൈഫ്. നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള അല്ലേ? പക്ഷെ കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ നോക്കില്ല. നിങ്ങൾ വ്യക്തമായിട്ട് ഇത് ക്ലിയർ ആക്കി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ. അത് യോജിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഇക്കാലത്ത് നല്ലൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അണ്ടർസ്റ്റാൻഡിങ് കപ്പിൾ ആവാന്ന് വെച്ചാൽ അല്ലേ, ബുദ്ധിമുട്ടല്ലേ? നമ്മൾ ഈ പ്രൊഫഷൻ ഇല്ല ഒരിക്കലും ഇല്ല. ഞാൻ പലയിടത്തും പല സ്ഥലത്തും ഞാൻ പറഞ്ഞിരിക്കുക, ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം വൺ ഓഫ് ദ മെയിൻ റീസൺ ഒന്ന് എൻ്റെ ഉമ്മയും ഒന്ന് എൻ്റെ വൈഫും തന്നെയാണ്. യാതൊരു സംശയമില്ല. ദേ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മൈ ലൈഫ്. ബട്ട് അത് നമ്മളും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ റെഡി ആണെങ്കിൽ ഐ തിങ്ക് എവറിത്തിങ് ഇസ് ഓപ്പൺ ടു എവറിത്തിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫാമിലി ലൈഫ്. ഞാനിപ്പോൾ എന്ത് അധ്വാനിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനെല്ലാം ഓക്കാണ് ഫസ്റ്റ് പോയിട്ട് കാണിച്ചു കൊടുക്കാൻ. അല്ലോ ഇപ്പൊ ഇന്നിവിടെ ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇവക്ക് പോയിട്ടാണ് നമ്മൾ ഒരു സ്നിപ്പറ്റ്സും കാര്യങ്ങളും ഇതെങ്ങനെയുണ്ട് ചിലപ്പോൾ മൈൻഡ് ആക്കും, ചിലപ്പോൾ മൈൻഡ് ആക്കും, അത് സെക്കൻഡറി. ചിലപ്പോൾ മൈൻഡ് ആക്കും. ദാറ്റ്സ് ഹൗ ലൈഫ് ഇസ്. അതിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. അല്ല, നമ്മള് ഒരു പാർട്ട്നേഴ്സ് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. എന്നാലേ നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതിപ്പോ മിക്കവാറും ആർക്കും പറ്റാറില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രൊഫഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഈഗോവും ഇതൊക്കെ വരും. മീൻസ് ഇപ്പോ ജുബി പോകുമ്പോ ജുബി ആരടുത്തൊക്കെ സംസാരിക്കുന്നു, പെൺകുട്ടിയുടെ അടുത്ത് ഇടപഴകുമ്പോ അവർക്ക് അത് ആ രീതിയിൽ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത്. ആരാ പറഞ്ഞ അങ്ങനെ കാണുന്നുണ്ട്? തീരുമാനിച്ചത് ഇല്ലേ? വെറുതെ കൗണ്ടർ അടിച്ചാ കുറച്ചൊക്കെ പൊസസീവ്നെസ് ഒക്കെ വേണം. എനിക്കുണ്ട് അങ്ങോട്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ഇല്ലാണ്ട് യാത്ര ചെയ്യുന്ന ഓൾ തന്നെയാണ് നമ്മുടെ ഫാമിലിയിൽ. സോ ഐ ആം പൊസസീവ് അറ്റ് ടൈംസ്. ഓള് രാത്രി പുറത്തിറങ്ങുമ്പോൾ ഞാൻ ചോദിക്കലുണ്ട്, ഇനി ഇന്ന സമയത്ത് എന്തിനാ ഒറ്റക്ക് പുറത്തിറങ്ങിനെ, ഫ്രണ്ട്സ് ആയിട്ട് ഇറങ്ങിനെ. സോ ഒബ്വിയസ്ലി നമുക്കുണ്ട്. പൊസസീവ്നെസ് ഇല്ലെങ്കിൽ പിന്നെ ആ സ്നേഹം ഇല്ല. തലവേദന ആവരുത് എന്നുള്ളതാണ്. പൊസസീവ്നെസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഉണ്ടാവും. ഇഷ്ടം ഉണ്ടെങ്കിലേ അത് വരുള്ളൂ. പക്ഷെ അത് തലവേദന ആക്കരുത് എന്നുള്ളത്. തലവേദന ആവാതിരിക്കാൻ വിശ്വാസം. വിശ്വാസം ഉണ്ടെങ്കിലാണ് അത് തലവേദന എന്ന്. ബ്രേക്ക് ആയാലാണ് പിന്നെ അത് തലവേദന. എക്സാക്ട്ലി. എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ഓളല്ല എനിക്ക് ടെൻഷൻ. എന്ന് വെച്ചാൽ നാട്ടുകാരാണ് എൻ്റെ ടെൻഷൻ. ടു ബി ഫ്രാങ്ക്, ഞാൻ ചിന്തിക്കുന്ന ആ പെർസ്പെക്റ്റീവിലാണ്. ദാറ്റ് അവളുടെ സേഫ്റ്റി അവള് നോക്കും, പക്ഷെ നാട്ടുകാര് അവളെ നോക്കുന്ന പെർസ്പെക്റ്റീവ് സംതിങ് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു രീതിയിലാണ്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇൻസെക്യൂർ ചിലപ്പോൾ ആവുന്നത്. ചിലപ്പോൾ പക്ഷെ ഭയങ്കര ഞാൻ കൂളാ ഞാൻ ചിലപ്പോൾ ഞാൻ മൈൻഡ് ആക്കാറില്ല, ചിലപ്പോൾ ഞാൻ ഒന്നും മൈൻഡ് ആക്കാറില്ല. കൂളാണ്. എനിക്കൊന്ന് ഇവിടെയൊക്കെ ജീവിക്കുന്നവരും നാട്ടുകാരെ നമുക്ക് അധികം അങ്ങ് ബുദ്ധിമുട്ടാവൂലല്ലോ. മീൻസ് നമ്മളെ നാട്ടിലൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട്. എക്സാക്ട്ലി. അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഡിഫറൻസ് ആണ്. പിന്നെ ഒന്നാമത് അത് എന്തുകൊണ്ട് സെക്യൂരിറ്റി ഇവിടെ അത്രയും നല്ലതായതുകൊണ്ടാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ആർ ഓൾ ഹ്യൂമൻസ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. എല്ലാവരും അക്കരെ നിന്നാൽ ഇക്കരെ പച്ച എന്നൊരു ലൈഫിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ ഈ ചിരിയും കളിയും എന്ന് വെച്ചാൽ എല്ലാ ടൈമും ഒരാളുടെ ലൈഫിലും ആവില്ല. ഞാൻ തോന്നുന്നു ഒരു ദിവസം തന്നെ നിങ്ങൾ എണീക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എണീക്കാം, ഡിപ്രസ്ഡ് ആയിട്ട് എണീക്കാം, പല പല പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളുണ്ട്, ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും. സോ അതൊക്കെ നിങ്ങൾ ടാക്കിൾ ചെയ്താണ് നിങ്ങൾ ഈ പരിപാടികൾക്കും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നോ, ഈ പാട്ട് നിർത്തിയേക്കാം, മടുത്തു എന്നൊരു ചിന്ത? എനിക്ക് തോന്നിയിട്ടുണ്ട്. പാട്ട് പക്ഷെ നിർത്തിയതാ. അത് ഡാഡി മരിച്ചപ്പോ ഞാൻ പാട്ട് പാടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാ. പിന്നെ ഇപ്പോഴും കുറേ നമ്മള് അടുപ്പിച്ച പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും. എനിക്ക് തോന്നലുണ്ട്. ടയേർഡായിട്ട് മീൻസ് എന്തോ ഇങ്ങനെ നമുക്ക് റെസ്റ്റ് എടുക്കാനും പറ്റുന്നില്ല, നമ്മള് പോയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. ക്യാൻസൽ ആക്കാനും പറ്റില്ല. നമുക്കൊരു പ്രോഗ്രാം പറഞ്ഞാല് നമ്മുടെ ഇഷ്ടം കൊണ്ട് മാത്രം പോകുന്നതല്ല, നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ ഏർണിംഗ് പ്രോഗ്രാം കൂടിയാണ്. നമ്മളെ വരുമാനം എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് മിസ്സാക്കാനും തോന്നൂല. പക്ഷെ ചില സമയത്ത് കണ്ടിന്യൂസ് ഷോ ഉണ്ടാകുമ്പോൾ നമ്മളാകെ ടയർഡ് ആയിപ്പോ. കാരണം നമ്മളെ ഒന്ന് ഡ്രൈവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാനും ആരും കൂടെ വരാനുണ്ടാവില്ല, ഉറക്കുണ്ടാവില്ല, ഫുഡ് ഉണ്ടാവില്ല. ഭയങ്കര നമുക്കുണ്ടല്ലോ ഉറക്കും ഫുഡൊക്കെ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒരു തനിയെ ഡിപ്രഷൻ വരും, എന്താന്ന് തന്നെ മനസ്സിലാവില്ല. അതിന്റെ കൂടെ പേഴ്സണൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. അങ്ങനെ എത്രയോ വർഷങ്ങൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ടൈമിൽ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ മെഡിസിൻസ് അധികം എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒക്കെ അവസ്ഥ തന്നെ. പക്ഷെ നമ്മളോട് എല്ലാവരും ചോദിക്കും നിങ്ങൾ എപ്പോഴും അങ്ങനെയല്ല. എല്ലാ മനുഷ്യന്മാരിലും ഡിപ്രഷനും ഇതും ചിലപ്പോൾ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഭയങ്കര മെന്റലി ഭയങ്കര വീക്കായ പോലെ തോന്നും. പിന്നെ ഒരു ദിവസം ഒന്ന് ഉറങ്ങി എണീച്ചാൽ ശരിയാവും. ചിലത് ശരിയാവേ ഇല്ല, ഇങ്ങനെ ഉണ്ടാവും. തനിയെ കരച്ചിലൊക്കെ വരും. ഒരു അമ്മമാരോട് ചോദിച്ചോ എനിക്ക് വെറുതെ കരച്ചിൽ വരുന്നത്, എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഉമ്മ പറയും നല്ലോണം നിസ്കരിച്ച് ചോദിക്കോ, നല്ലോണം ഓത്, മറ്റേ കുറേ ഇതൊക്കെ സൂറത്തൊക്കെ ഓതെന്നൊക്കെ പറയും, എന്നിട്ട് ശരിയാവെന്നൊക്കെ പറയും. എന്നാലും കുറച്ച് ടൈം എടുക്കും ശരിയാവാൻ. എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യും ചെയ്തേ പറ്റുള്ളൂ. അതെ, അടുത്ത പരിപാടിക്ക് പോകണല്ലോ. ചില പരിപാടിക്കെല്ലാം കയറുമ്പോൾ തന്നെ മെന്റലി ഭയങ്കര വീക്കായിട്ടൊക്കെ നമ്മൾ കയറുന്നുണ്ട്. പക്ഷെ എനിക്ക് കയറിയ പിന്നെ അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ കയറി വന്നേന്നുള്ളൊരു ഫീൽ ഉണ്ടാവലില്ല. അതെനിക്ക് തോന്നുന്നു നമ്മുടെ പാട്ടിന്റെ ഒരു പവർ തന്നെയാണ്. പാടുമ്പോൾ ഞാൻ മറന്നു നോക്കുന്നുണ്ട്. പിന്നെ ഷോ കഴിഞ്ഞാലാണ് ആ ഒരു പ്രശ്നത്തിലേക്ക് എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായ ഒരു രീതിയിൽ അവർക്കിത് മാറ്റാനുള്ള അവരെന്നെ കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ എനിക്ക് തിന്നാൽ മതി, നല്ല ഭക്ഷണം, സംതിങ് വെറൈറ്റി യുണീക്ക് സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ മൂടൊന്ന് നല്ല ഭക്ഷണം കിട്ടിയല്ലോ. ശരിയാ, നമുക്ക് ഒരേ ടെൻഷൻ ഉണ്ടാകുമ്പോ ചോക്ലേറ്റ് അതൊക്കെ കഴിച്ചാൽ നമുക്ക് ഭയങ്കര നല്ല ഫുഡ്. അങ്ങനെയല്ല, ഒന്നും പറയല്ലേ, ഞാൻ പറയട്ടെ. നല്ല ഫുഡൊക്കെ കഴിച്ചൊരു സമാധാനം ഉണ്ടാവില്ലേ കുറച്ചു നേരത്തേക്ക്? എനിക്ക് ഫുഡ് ഞാൻ പറഞ്ഞോട്ടെ ഇല്ല ഉണ്ട്. ഐ തിങ്ക് മോസ്റ്റ്ലി ഓൾ ഹ്യൂമൻസ് ആർ ക്രിയേറ്റഡ് ആ ഒരു സിനാരിയോ ഉണ്ട്. ഭക്ഷണം ഒരു ഭയങ്കര ഒരു സ്പെസിഫിക്, എസ്പെഷ്യലി നമ്മൾ മലബാറുകാർക്ക്, തലശ്ശേരിക്കാർ, കണ്ണൂരുകാരൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നാൽ ഫുഡ് ഇറങ്ങുകയില്ലേ, ഒന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ കുറേ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും. ടെൻഷൻ വന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ. ഇതെങ്ങനെയാണ്? എനിക്കൊക്കെ ടെൻഷൻ വന്നാൽ പിന്നെ ഇവിടുന്ന് ഒന്നും ഇറങ്ങൂല. ഭയങ്കര പ്രശ്നമാണ് ഫുഡിന്റെ കാര്യത്തിൽ. പക്ഷെ അധികം ഞാൻ കേട്ടിട്ടുള്ളത് ടെൻഷൻ വന്ന അധികം ആൾക്കാരും ഫുഡ് കഴിച്ചിട്ടാണ് ഓക്കെ ആവല്. പക്ഷെ എനിക്ക് പറ്റില്ല. അതേ പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് ആൾക്കാരുടെ ഓരോ രീതികൾ. അതെ, എല്ലാവർക്കും നമ്മളോ അവരെന്നെ കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളൊരു ടിപ്സ് കൊടുക്കേണ്ടി വരും. നമ്മള് കണ്ടുപിടിച്ചു നമ്മള് എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ കുറച്ചുകൂടെ ഒരു സമാധാനം കിട്ടും തോന്നുന്നത്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ അടുത്ത് കരഞ്ഞ് സങ്കടം പറഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും. അല്ല, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ അടിയിലായിരുന്നില്ല? ഇല്ല, അതില്ല. കുറവാ? വളരെ കുറവ്. ആര് നിങ്ങൾ ബ്രദേഴ്സ് എല്ലോ? ഇടയ്ക്കെല്ലാം ഉണ്ടാവും. ഈ പ്രോഗ്രാമിന് ലേറ്റ് ആയിട്ട് പോയാലും അങ്ങനെയൊക്കെ അവര് സെലീജ് മൂത്ത ബ്രദർ കീബോർഡിസ്റ്റ്, അപ്പൊ അവൻ പ്രോഗ്രാം ഒക്കെ എടുക്കുന്ന ആളാ. അപ്പൊ നമ്മളെ ഏൽപ്പിച്ച നമ്മള് ചിലപ്പോ ഒരു അരമണിക്കൂറൊക്കെ ലേറ്റ് ആയി നല്ലോണം കിട്ടും. ഞാൻ ഒന്നും പറയില്ല, ഇവര് കുറച്ചേരം അടിയാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ അത് നടന്നത് നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ മാഷാഅല്ലാ നമ്മളെ അടിയൊന്നും ഇല്ല. അങ്ങനെ തന്നെ ആയിപ്പോട്ടെ. ഫാമിലി അല്ലേ ഇമ്പോർട്ടന്റ്. അത് എന്റെ ഞാൻ തോന്നുന്നു നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ട് ഫാമിലി ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നിങ്ങൾ ഒരാള് നിങ്ങളിപ്പോ ഇവർക്ക് വേണ്ടി അടി ചെയ്യുന്നു അല്ലെ, ഇതിലേക്ക് വേണ്ടി നിങ്ങളല്ലേ ബസാറായിട്ട് അടി ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ അങ്ങാണ്ട് ഒരു മൂലക്ക് ഇരിക്കും. ഞാൻ ഇവള് പറയുന്നുണ്ട് അതിന്റെ ബാക്കിൽ ഞാൻ എന്തെല്ലോ പറയും. സൂപ്പർ. ഇപ്പം കുറച്ച് ആക്റ്റീവായി, പണ്ടൊന്നും പറയില്ലേ. ഇപ്പൊ കുറച്ച് ബോൾഡായി.
ഉള്ള തന്നെയാ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ബോൾഡ് ആയിരിക്കും, നിങ്ങൾ ഇല്ലാത്തതിനും ബോൾഡ് ആയിരിക്കും. കുറച്ചായി സംസാരിക്കാനൊക്കെ പഠിച്ചു. അടുത്ത് വന്ന് ഏതാ പ്രശ്നം ഹാൻഡിൽ ചെയ്തേ? അങ്ങനെ മനസ്സിലായി. അയ്യോ ഇത് ഭയങ്കര രസമായിട്ടാ. ഈ സൊറ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, ഇത് തീരുവല്ല, ഇതിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കോ. നമുക്കിങ്ങനെ നിങ്ങളെ പോലെ ആവാൻ ശ്രമിക്കുന്ന ഇഷ്ടംപോലെ ക്രിയേറ്റേഴ്സ് ഉണ്ടാവാം, പാട്ടുകാരുണ്ടാവാം, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവാം. ഒബ്വിയസ്ലി എല്ലാവർക്കും ആ ഒരു ഇതുണ്ടാവും. നിങ്ങൾ തന്നെ കേൾക്കുന്നുണ്ടോ, നിങ്ങൾ തന്നെ ഈ റിക്വസ്റ്റ് അറിയുന്നുണ്ടോ, നിങ്ങളെ പോലെ എങ്ങനെയാണ് ആവേണ്ടത്? നിങ്ങൾ അവരോടൊക്കെ അവർക്കൊരു പ്രചോദനമായിട്ട് നിങ്ങൾ എന്താണ് അവരോട് പറയാറ്, എന്താണ് നിങ്ങൾ പറയുന്നത്? 1 മിനിറ്റ് ഒന്നും പറയല്ലേ, ചിരിക്കരുത്, സീരിയസ് ആയിട്ട് പറയണേ. സീരിയസ് 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 പറയൂ. ഓക്കെ, സിംഗർ എന്നുള്ള ലെവലിൽ എങ്ങനെയാ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്തിലാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും നന്നാവാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒന്നും എനിക്ക് സിംഗർ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ അത്രയും വലിയ ആളൊന്നല്ല. പക്ഷെ എൻ്റെ ഒരു കേസിൽ ഞാൻ ഭയങ്കര മോശമായിരുന്നു പാടാനൊക്കെ. ചെറുപ്പത്തിലൊക്കെ എനിക്കത് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല പാടാൻ. സിംഗർ ആവണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ റിയാലിറ്റി ഷോയിലൊക്കെ വന്നതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു സിംഗർ ആവാൻ. ഫെയിം കുറച്ച് ഇങ്ങനെ കാണുമ്പോൾ പിന്നെ കൂടെ പാടുന്ന ആൾക്കാർ തമ്മിൽ കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ അവരെ കൂടെ പിടിച്ചേക്കണ്ടേ. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പ്രൂവ്മെന്റ് കണ്ട ഒരു സിംഗർ നീയാ. എന്താ വെച്ചാൽ ഇവള് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇവർക്ക് പാട്ടിനോട് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പാടി പോവാം. പിന്നെ ഇവള് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഞാനൊന്നും പ്രാക്ടീസ് ചെയ്യാറില്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെയും ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് എൻ്റെ സിസ്റ്ററിൻ്റെ ഇതിൽ തന്നെ ഞാൻ പഠിച്ചത്. മാറ്റമായിരുന്നു. ഭയങ്കര സിംഗിങ്ങില് ഭയങ്കര ക്വാളിറ്റി പ്രാക്ടീസിലൂടെ കൊണ്ടുവന്ന ഒരാളാണ്. ഞാനത് പ്രത്യേകം പറയണം. കാരണം അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മൾ പ്രാക്ടീസിലൂടെ നല്ല മാറ്റം വരുത്തിക്കാൻ പറ്റും. ഈ അടുത്ത് തന്നെ ഇവരെല്ലാം പണിയെടുക്കണ്ടോ, നിങ്ങൾ ഒറ്റക്ക് പണിയെടുക്കണ്ടേ? ഫുള്ള് ഫാമിലിയെ പോറ്റാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ഇപ്പം എനിക്ക് പാട്ടുകാരനാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. ഇപ്പൊ ആവാൻ പറ്റില്ലല്ലോ. ഏത് അതെ അതെന്താ അങ്ങനെ അങ്ങനെ സിംഗർ എന്നുള്ള ഇത് ആർക്കും ആവാൻ പറ്റില്ല. ടാലന്റ് വേണം. അത് ജന്മനാ കിട്ടുന്ന ഒരു കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും വെച്ചാൽ അയ്യോ വേണ്ട. പാടുവോ? അല്ല ഞാന് എൻ്റെ ഉപ്പ ബ്ലൂ ജാക്സ് എന്ന് പറഞ്ഞ് എൻ്റെ ഉപ്പാന്റെ ബാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ തോന്നുന്നു നിങ്ങളുടെ ഉപ്പാന്റെ സമയത്തല്ലോ മൂപ്പർ വലിയ ഫേമസ്. അവരെല്ലാം ഒരുമിച്ച് എരിഞ്ഞോളി മൂസക്കയും പീർ മുഹമ്മദ് ഒക്കെ ഒരുമിച്ചുള്ള ബാൻഡ് എൻ്റെ ഉപ്പാന്റെ ബാൻഡാണ്. ഉപ്പ തബ്ലിസ്റ്റാണ്. ഉപ്പാന്റെ അനിയൻ ഇപ്പോഴും ഉണ്ട്, തബ്ലിസ്റ്റാണ്. കോങ്കോ തബ്ലി എല്ലാം ചെയ്യും. നമ്മളിന്റെ മാളേക്കൽ തറവാടാണ്. സോ നമ്മളെ കുറെ പാട്ടുകളൊക്കെ മാർക്കറ്റിൽ ഓൾറെഡി വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഡാഡി എൻ്റെ ഉപ്പുമ്മ ചരിത്രമൊക്കെ നമുക്ക് പറഞ്ഞുതരും. മാപ്പിളപ്പാട്ടിൻ്റെ ആയാലും എല്ലാം എങ്ങനെയാണ് പാട്ട് എഴുതിയതും. നമ്മൾ എഴുതിയ പാട്ടുണ്ട്, പ്രേമത്തിന്റെ പാട്ടുണ്ട്, അങ്ങനത്തെ പല പല രീതിയിലുള്ള. ഈ മാളികയിലത്തെ ആൾക്കാർ കൂടുമ്പോ പാടുന്ന പാട്ടൊക്കെ നല്ല രസമാണ്, ഭയങ്കര രസം. അത് പെണ്ണുങ്ങന്മാരും ആണുങ്ങന്മാരിലും ഒരുമിച്ച് എല്ലാം നമ്മുടെ ആരല്ലോ എഴുതിയതാണ് വെച്ചാല്. പക്ഷെ എൻ്റെ ഉപ്പാന്റെ ഒരു ഫേവറേറ്റ് പാട്ട് എൻ്റെ ഉപ്പ എഴുതിയാന്ന എൻ്റെ ഉപ്പൂമ്മ പറഞ്ഞത്. അങ്ങനത്തെ പല പാട്ടുകളും ഉണ്ട്. ഏതേലും ഞാൻ സ്ഥിരം പാടുന്ന കുതിരക്കാരൻ കുഞ്ഞാലി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലിറിക്സ് തരാം. ഏതെങ്കിലും സ്റ്റേജിൽ നിങ്ങൾ പാടണം. അത് നല്ല രസമുള്ള പാട്ടാണ്. അപ്പൊ ഇതെല്ലാം പാട്ട് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊരു പാട്ട് പാടിത്താന്നു. ഇവള് പറയൂല പാട്ട് ഏതാ വെച്ചാൽ ഞാൻ തന്നെ സെലക്ട് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാനാ, മൂപ്പറിനെ പറഞ്ഞില്ല നിങ്ങളെ ഇപ്പൊ ഏറ്റവും നല്ല പാട്ടുകാരി. സെലക്ട് ചെയ്യാം. ഓക്കേ, അക്സെപ്റ്റഡ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. നല്ല നമുക്കിപ്പോ നമുക്കൊരു പാട്ട് പാടണമെന്ന് വെച്ചാൽ വെറുതെ ഒരു പാട്ടാവരുത്. സംതിങ് കണക്റ്റഡ്, ഇമോഷണൽ. ഇപ്പൊ സൊറപറയാണ് നമ്മൾ. നമ്മുടെ ഈ ഷോ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും നല്ലൊരു ഓർമ്മയ്ക്കായുള്ള ഒരു പാട്ട്. ഫുഡിന്റെ പാട്ട് വേണം. ഭക്ഷണത്തിന്റെ പാട്ട് വെച്ചാൽ നമുക്ക് രസമല്ലേ? അപ്പം ഒരു കോട്ടയാ, ജിന്നിന്റെ കോട്ട അറിയോ? ജിന്നിന്റെ കോട്ട അറിയോ?
ജിന്നിനോട് അറിയില്ല? പാടിയേ രണ്ടുപേരും പാടി നോക്ക്. ജിന്നിന്റെ കോട്ട കാണാൻ പോരാമോ നീ സോറാബി. ആ പാട്ട് നമുക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല സത്യമായിട്ട് അറിയില്ലാതാണ്. ഇതെല്ലാം നമ്മുടെ മാളേക്കിലെ പാട്ടുകളാണ്. മുഹബത്തിനിണയായി പോരാമോ സോറാബി. ലിറിക്സ് ഉണ്ടാ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട്, ഫിലിമിലത്തെ സോങ് പാടാം അല്ലേ? സൈലൻസ്. കനകത്തി നിറമുള്ള കാതിലണിയാൻ കാതിലോല പൊന്നോല, മാമ്പൊളി ചുണങ്ങുള്ള മാറത്തണിയാൻ മാങ്ങാത്താലി മണിത്താലി, ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ, കരയല്ലേ കൽവിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ, അരിമുല്ല പൂവളപ്പിൽ പഠിച്ചവൻ വിരിയിച്ച തൂമലരല്ലേ, അഴകിൻ്റെ പൂന്തൊപ്പിലാടാൻ വന്നൊരു മയിലല്ലേ. അത് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നല്ല കലാകാരാണെന്ന് ആ കേസ് എനിക്കറിയാം. പക്ഷെ എന്റെ അത്ര വരുമെന്ന് ഞാൻ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് പാടുമ്പോ. ഇല്ല, പക്ഷെ അടിപൊളി സൂപ്പർ ഫൺ എപ്പിസോഡായിരുന്നു. ഞാൻ തോന്നുന്നു എത്ര കറക്റ്റില്ല, വെരി ഗുഡ്. നമുക്ക് മറ്റൊന്നും കൂടി ജസ്റ്റ് 2 പോർഷൻ കൂടി കിട്ടുക. വളരെ 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 നന്ദി. നമ്മുടെ എന്താണ് ഞാൻ ചെയ്തത്? എന്റെ ക്ഷണന സ്വീകരിച്ച് വന്ന് നമ്മളോട് ശരിക്കും പറഞ്ഞാൽ അത്ര നമ്മൾ സ്വറവറോട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നല്ലൊരു ഫൺ എന്റർടൈൻമെന്റ്. ശരിക്കും നമുക്ക് മതിയായിട്ടില്ല ഇങ്ങനെ സംസാരിക്കാൻ. നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല കഴിവാണ്. എന്റെ ഷോയിൽ വന്നാൽ അവർക്ക് തീർച്ചയായും റെഡിയില്ല. ഞാൻ കല്ലു മാത്രം പോലും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും കൂടി ചെയ്യണം. നമുക്കും ചെയ്യണം ഒന്നും കൂടി. അതെ, ഫുൾ ടീമായിട്ട് രസകരമായിട്ട് നമുക്ക് കുറച്ചും കൂടി നാട്ടിൽ പുയിപ്പും പസാദും നല്ല ഓറോട്ടിയില് കുറച്ച് കറിയെല്ലാം ഇയാന്റെ ഭക്ഷണത്തിന്റെ കഥയും എന്റെ ഉമ്മാന്റെ ഭക്ഷണത്തിന്റെ കഥയും ഓളും പവർ പാക്ക്. നെക്സ്റ്റ് ടൈം വരുമ്പോ ഞാൻ ക്ഷണിച്ചിരിക്കും. എന്റെ തലശ്ശേരി ഈ നമ്മളെ മില്ലാപ്പുറത്ത് എന്ന് പറയും, നമ്മളെ മില്ലാപ്പുറത്ത് എന്ന് പറയാൻ. അതുകൊണ്ട് നമ്മൾ ക്ഷണിച്ചിരിക്കും. നിങ്ങളും അതേപോലെ ക്ഷണിക്കുക, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാൻ. ഇതേപോലെ ഇനിയും നല്ല നല്ല പരിപാടികൾ നിങ്ങൾക്ക് UAE വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിസിറ്റ് ചെയ്യണം. നമ്മളെ ദുബൈയെ കുറിച്ച് വലിയ അഭിപ്രായമില്ലാത്ത നിങ്ങൾക്ക് അധികം അഭിപ്രായമില്ലാത്ത ഈ ദുബൈയെ കുറിച്ച് വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, നമ്മുടെ ഈ സൊറബറയെ കുറിച്ച് 2 വാക്ക്. ഇനി നിങ്ങൾ സൊറ പറ എന്ന് പറയരുത്, അത് ഔട്ടായി. നെക്സ്റ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് സുബിനെ ശരിക്കും ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി ഇതിന്റെ അടുത്താണ് പണ്ടേ. പക്ഷെ ഞാൻ കുറെ ആൾക്കാരുടെ സ്റ്റോറിയിൽ കാണാറുണ്ട്. ആരെയൊക്കെ ഇരുന്ന് അപ്പോ പിന്നെ അധികം നമ്മളെ അടുത്ത് അറിയാത്തതുകൊണ്ട് ഞാൻ ഫോളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ കുറെ ആൾക്കാരുടെ സ്റ്റോറിയിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഫേമസ് ആണെന്ന് അറിയായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ ഫോളോ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളുടെ ഒരു ടാലന്റ് കണ്ടിട്ട് ഞാനൊരു ഫാനായി മാറി. പിന്നെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, തിന്നലാണെങ്കിലും ആങ്കറിങ് ആണെങ്കിലും. പിന്നെ ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ലല്ലോ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാം. നമ്മള് എല്ലാ ദിവസവും ആടെ ബെഞ്ച് വിട്ടിട്ട് കാര്യമല്ല, ഇതായിരിക്കും ചെയ്യാൻ പറ്റാത്ത അല്ലേ? എല്ലാരും ഒരു ചായയോ ഒരു നല്ല പഴംപൊരിയോ ഒരു കല്ലും കൈ പൊരിച്ചയും വെച്ചിട്ട് ഇതന്നെ ക്യാമറ മുന്നിൽ നേരം അത് പോവും. അങ്ങനെയാ. കറക്റ്റ് അല്ലേ? പിന്നെ എനിക്കൊന്ന് നീ സുബിനെ ആദ്യം അറിയോ? ഇല്ല, ഞാൻ ഇന്ന് അറിയുന്നത്. ഇയാൾ ഇതാരാ? നീ ഏടി ഒരുങ്ങിട്ട് പോകുന്നു. ആരാന്ന് വെച്ച് ഭയങ്കര ഫേമസ് ആളാണ്. ഫേമസ് ആസിഫലിനൊക്കെ ഇന്റർവ്യൂ ചെയ്ത ആളാണ്. ആസിഫലിനൊക്കെ ഇന്റർവ്യൂ ചെയ്താണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെ പക്ഷെ ഞാൻ എവിടെയോ കണ്ടിന്യൂ ഞാന്
ഇവിടെ വന്നപ്പോ ഫേസ് എനിക്ക് എവിടെയോ കണ്ട പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ നിങ്ങളെ സൊറ പറച്ചിലൊക്കെ വേറെ ലെവലാ. അതൊരു ടാലന്റഡ് തന്നെ. നമ്മളിപ്പോ പാട്ടൊരു ടാലന്റ് ആയിട്ടല്ല പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് വേറെ തന്നെ. താങ്ക് യു വെരി മച്ച്. അതൊരു നമുക്ക് ഒരു ഇതില്ലാണ്ട് സാധാരണ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെയാണ് ഓരോ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടാവുക. എക്സാക്ട്ലി. പക്ഷെ അതല്ലാണ്ട് നിങ്ങൾ നല്ല എന്റർടൈൻ ചെയ്ത് അതെല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല. ബ്ലഷ് ആവുന്നുണ്ടേ. താങ്ക് യു. അല്ല, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, അത് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ലല്ലോ. എസ്പെഷ്യലി ഇങ്ങനെയുള്ള പരിപാടികൾക്ക്, അതും നമ്മളൊരു TV റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, അതും ഇക്കാലത്ത് എത്ര ഇങ്ങനത്തെ പോഡ്കാസ്റ്റും ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ആണ് ഉള്ളത്. അതിന്റെ ഇടയിൽ ഒരു അപ്രീസിയേഷൻ വരാന്ന് പറയുന്നത്, അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കാന്നുള്ളത്. ഈവൻ ആങ്കർ ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മളൊന്ന് മാറ്റി നിർത്തപ്പെടാന്ന്. അങ്ങനെയല്ല, മാറ്റി നിർത്തപ്പെടാന്ന് പറഞ്ഞാൽ മാറിപ്പോയാ. ഞാൻ മാറിപ്പോയിട്ടില്ല. കറക്റ്റാ. നിങ്ങൾ പോയിക്കോ, ഫ്ലോയിൽ പോയിക്കോ. നിങ്ങളത് പറഞ്ഞ് ചളാക്കിയിട്ട് എന്നെ മാറ്റി നിർത്തണ്ട. കറക്റ്റാ. ഒന്ന് കറക്റ്റാ. അതെ, നമ്മളെല്ലാരും ശ്രദ്ധിക്കാന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യ. എത്ര സിംഗേഴ്സ് ഉണ്ട്. കൊളാക്കണ്ട. അപ്പൊ നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യാം. നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. ചെയ്യൂ. ഇനി എങ്ങനെയാ ഫോളോ ചെയ്യാണ്ടിരിക്കാൻ? ഞാൻ ഫാൻ ആയി പോയില്ലേ. മതി ക്യാമറ ഒന്നും എനിക്ക് കഴിയില്ല. Thank you very much. Signing off. Sorobara. Yeah.